വെൽക്കം ടു CSEB ആസ്പിറൻസ്. എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 ഫെബ്രുവരിയിൽ CSEB കണ്ടക്ട് ചെയ്ത എക്സാമിൻ്റെ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ 2 വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ. ടോട്ടൽ 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പം 4 ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി നമുക്കൊരു 80 ക്വസ്റ്റ്യനാണ് നമുക്ക് റെഫർ ചെയ്യാനുണ്ടാവുക. ഓക്കെ, അപ്പോൾ 80 ക്വസ്റ്റ്യനിൽ 2 ഭാഗമാക്കി ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ പാർട്ട് 1ൻ്റെ വീഡിയോ ആണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ കോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 1 തീയതി 1079/2026 കണ്ടക്ട് ചെയ്തു. പിന്നെ 1080 അത് ഫെബ്രുവരി 8-നായിരുന്നു. പിന്നെ 1081 നടന്നു, അത് ഫെബ്രുവരി 14-നായിരുന്നു. പിന്നെ 22 അതായത് ഫെബ്രുവരി 22-ന് ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിയും കൂടി നടന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ക്ലർക്ക് എക്സാം എഴുതുന്ന ആൾക്കാരും അസിസ്റ്റന്റ് സെക്രട്ടറിയും എല്ലാം ഒന്ന് റെഫർ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. അപ്പോൾ 20 ക്വസ്റ്റ്യനാണ് ബാങ്കിങ്ങിൽ നിന്ന് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് മാർച്ചിൽ എന്ത് ചെയ്യാം, പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. കോപ്പറേറ്റീവ് ലോയുടെ ഫുൾ കോഴ്സ്, അതായത് ലോ വിത്ത് അമെൻമെൻറ്റ്സ്, മാർക്കഡ് PDF അടക്കം ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പ് വഴിക്കാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചേരാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ. പെയ്ഡ് ഗ്രൂപ്പാണ്, ചെറിയൊരു ഫീസാണ് നമ്മൾ വാങ്ങുന്നുള്ളൂ. ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാ PDFകളും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. 1079/2026 കേട്ടോ. എക്സാം ഹെൽഡ് ചെയ്ത ഡേറ്റ് എന്നാണ്? ഫെബ്രുവരി 1, 2026-നായിരുന്നു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈം ഫോക്കസ് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി? ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ പ്രൈം ഫോക്കസ് ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രോഫിറ്റബിലിറ്റി ആണോ, കോൺഫിഡൻഷ്യാലിറ്റി ആണോ, ക്രിയേറ്റിവിറ്റി ആണോ, കസ്റ്റമർ സർവീസ് ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോക്കസ് ഏരിയ എന്ന് പ്രധാനമായിട്ട് ഉന്നമിക്കുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇമ്പോർട്ടൻറ്റ് കോർ ഫോക്കസ് ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? കോൺഫിഡൻഷ്യാലിറ്റി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ആണ് എന്ന് പഠിച്ചു വെക്കുക. പ്രൈം ഫോക്കസ് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഏതാണ്? കോൺഫിഡൻഷ്യാലിറ്റി ആണെന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടെ, അതായത് ഈ CIA ട്രയാഡ് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയായി ബന്ധപ്പെട്ടതാണ് ഈ CIA എന്നത്. അപ്പോൾ ഈ CIAയിൽ വരുന്നതാണ് ഇൻറ്റഗ്രിറ്റി വരുന്നുണ്ട്, അവൈലബിലിറ്റി വരുന്നുണ്ട്, കോൺഫിഡൻഷ്യാലിറ്റി വരുന്നുണ്ട്. ഈ മൂന്നും ഈ CIA ട്രയാഡ് എന്നുമായി ബന്ധപ്പെട്ടതാണ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റിയായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ 3 എണ്ണം പഠിക്കണം. CIA എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. I വരുമ്പം ഇൻറ്റഗ്രിറ്റി വരുന്നുണ്ട്, A വരുമ്പം അവൈലബിലിറ്റി വരുന്നുണ്ട്. സോ ഈ 3 എണ്ണം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. CIA ട്രയാഡ് എന്ന പേരിൽ ഓർത്ത് വെക്കുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ മെത്തേഡ് യൂസ്ഡ് ബൈ സൈബർ അറ്റാക്കേഴ്സ് ടു സ്റ്റീൽ ഡാറ്റ ഫ്രം ATM കാർഡ്സ്? ATM കാർഡിൽ നിന്ന് ഡാറ്റ മോഷ്ടിക്കുമ്പം സൈബർ അറ്റാക്കേഴ്സ് സാധാരണയായി ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇമെയിൽ ഫിഷിംഗ് ആണോ, ക്യാഷ് ഡെപ്പോസിറ്റ് ആണോ, ATM കാർഡ് സ്കിമ്മിംഗ് ആണോ, ഫോൺ ഹാക്കിംഗ് ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ATM കാർഡുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ അറിയാം. ATM കാർഡ് സ്കിമ്മിംഗ് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. അതായത് ATM കാർഡിൻ്റെ നമ്പറുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോഷ്ടിക്കുക അല്ലേ, അതുമായി ബന്ധപ്പെട്ടതാണ് ATM കാർഡ് സ്കിമ്മിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കീ ആസ്പെക്ട്സ് ഓഫ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, UPI ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. UPI ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. UPIയുടെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് പെർമിറ്റ്സ് പേയ്മെന്റ്സ് എങ്ങനെ മൊബൈൽ ആപ്പ്, വെബ്, അതിലൂടെയൊക്കെയാണ് UPI എന്ത് ചെയ്യുന്നത്, പേയ്മെന്റ്സുകൾ നടത്തുന്നത് അല്ലേ. അപ്പോൾ ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് ആണ് അല്ലേ. UPI എങ്ങനെയാണ് നടത്തുന്നത്? പേയ്മെന്റുകളൊക്കെ നടത്തുന്നത് ആപ്പിലൂടെയല്ലേ, മൊബൈൽ ആപ്പ്, വെബിലൂടെയൊക്കെയാണ്, ഓൺലൈൻ ഫെസിലിറ്റിയിലൂടെയാണ്. അത് ശരിയാണ്. ദ പേയ്മെന്റ് ക്യാൻ ബി ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ ഇനീഷ്യേറ്റഡ് ആണ്. അതെ, ഈ പേയ്മെന്റ് സെൻഡർ ആൻഡ് റിസീവർ ഇനീഷ്യേറ്റഡ് ആണ്, അതും ശരിയാണ്. പിന്നെ പേയ്മെന്റ്സ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ എ സെക്യൂർ മാനർ അലൈൻഡ് വിത്ത് ദ എക്സ്റ്റൻഡ് ഗൈഡ് ലൈൻസ് ഓഫ് RBI പുറപ്പെടുവിക്കുന്ന പേയ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂർ മാനറിലാണ് ഗൈഡ് ലൈൻസ് പാലിച്ചും കൊണ്ടാണ് UPI ഇത് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ.
അതും ശരിയായ ഉത്തരമാണ്. അപ്പം ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഡി ഓപ്ഷനായ എ, ബി ആൻഡ് സി ആണ് കറക്റ്റ്. അതാണ് നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ വരിക കേട്ടോ. അപ്പോൾ യു പി ഐ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്താ യു പി ഐ? യു പി ഐ എന്താണ്? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. അപ്പോൾ യു പി ഐയുടെ ഫുൾ ഫോം പഠിക്കണം കേട്ടോ. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ് യു പി ഐയുടെ ഫുൾ ഫോം എന്ന് പഠിക്കണം. ഇതൊരു റിയൽ ടൈം ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NPCI ആണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ NPCI ഡെവലപ്പ് ചെയ്തു, പക്ഷേ RBIക്ക് അവിടെ റോളില്ലേന്ന് ചോദിച്ചാൽ RBI ആണ് റെഗുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. NPCI ആണ് ഡെവലപ്പ് ചെയ്തെങ്കിലും RBIയുടെ റെഗുലേഷൻസ് യു പി ഐക്ക് ഉണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് കൺട്രി ഫോറിൻ കൺട്രി കേട്ടോ. ഫസ്റ്റ് കൺട്രി ഫോറിൻ കൺട്രിയാണ്. ഇന്ത്യയുടെ യു പി ഐ സിസ്റ്റം ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്ത കൺട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാളാണ്. ഒഫീഷ്യലായിട്ട് NPCI പറഞ്ഞിട്ടുള്ളത് നേപ്പാളാണ്. NPCI ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് നേപ്പാളാണ് കേട്ടോ. അപ്പം ഇവർ ശരിക്കും ഒഫീഷ്യലി ലോഞ്ച് ചെയ്ത ഡേറ്റ് ഒന്ന് പഠിക്കണം. 11 ഏപ്രിൽ 2016 എന്ത് ചെയ്യുന്നത്? യു പി ഐ ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യു പി ഐ ലോഞ്ച് ചെയ്ത ഡേറ്റ് ഒന്ന് പഠിച്ചോളൂ. ഏപ്രിൽ 11, 2016. ഏപ്രിൽ 11, 2016 യു പി ഐ ലോഞ്ച് ചെയ്യുന്നത്. സോ ആ ലോഞ്ച് ചെയ്ത ഡേറ്റ് ഒന്ന് പഠിക്കാം. പിന്നെ ഇപ്പോൾ യൂഷ്വലി സ്റ്റാൻഡേർഡ് ട്രാൻസാക്ഷൻ ലിമിറ്റ് പറയുന്നത് 1 ലക്ഷമാണ്. അത് IPOസും ഹോസ്പിറ്റൽ ബിൽസും ഒക്കെ ആകുമ്പം അവിടെ സെപ്പറേറ്റ് ആണ് കേട്ടോ. അവിടെ ഹയർ ചാർജാണ്, ഹയർ ഉണ്ട്, ഹയർ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ആണ്. നോർമൽ ലെവലാണ് പറയുന്നത് യു പി ഐ. ഇപ്പോൾ യു പി ഐ ബന്ധപ്പെട്ട് യു പി ഐ പ്രത്യേകിച്ച് നമുക്ക് ഓർക്കേണ്ടത് NPCI ആണ് ലോഞ്ച് ചെയ്തത്, പക്ഷേ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. പിന്നെ ഇതിലൊരു മൾട്ടിപ്പിൾ ബാങ്കിങ് സർവീസ് ഇൻടു 1 മൊബൈൽ ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒന്നിലേറെ ബാങ്കിങ് സർവീസസ്, ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റംസ് ഇതിൽ അവൈലബിൾ ആണ്. P2P പറ്റും, അതായത് പേഴ്സൺ ടു പേഴ്സൺ പറ്റും. P2M എന്ന് പറയും. P2M എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സൺ ടു മർച്ചൻ്റ് എന്ന് പറഞ്ഞ സപ്പോർട്ട്. രണ്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ് യു പി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് P2Pയും പറ്റും, P2Mഉം പറ്റും കേട്ടോ. P2M എന്ന് പറഞ്ഞാൽ പേഴ്സൺ ടു മർച്ചൻ്റ് ആണ്, മറ്റേത് പേഴ്സൺ ടു പേഴ്സൺ ആണ്. രണ്ടും പറ്റും. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് യു പി ഐ ബന്ധപ്പെട്ട് പറയാനുള്ളത്, യു പി ഐ പലതരത്തിൽ വേർഷൻസ് അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നു കേട്ടോ. യു പി ഐ 2016 സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞല്ലോ. അത് എന്നിരുന്നാലും യു പി ഐ ഇപ്പോൾ 2.0 എന്ന് പറഞ്ഞിട്ട് 2016 വന്നു. ഓഗസ്റ്റ് 16, 2016 2.0 വന്നു. അത് കഴിഞ്ഞ് യു പി ഐ 1, 2, 3 പേ എന്ന് പറഞ്ഞിട്ട് 2022 വേറൊരു ഫീച്ചർ ലോഞ്ച് ചെയ്തു കേട്ടോ. യു പി ഐ 1, 2, 3 പേ. യു പി ഐ 1, 2, 3 പേ എന്ന് പറഞ്ഞത് 2022 ലോഞ്ച് ചെയ്തതാണ് കേട്ടോ. അത് സ്മാർട്ട് ഫോൺ അല്ലാത്ത ഇതര സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ഫോൺ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇന്റർനെറ്റും സ്മാർട്ട് ഫോണൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് യു പി ഐയുടെ പിന്നെ 1, 2, 3 പേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു നമ്പർ വെച്ചിട്ട് നമ്മൾ പറയില്ലേ, പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതാണ്. ഒരു മൊബൈലിനുള്ള എമൗണ്ട് കൺഫേം ചെയ്തിട്ട് അതിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു. പിന്നെ 2022 തന്നെ യു പി ഐ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. യു പി ഐ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്മോൾ വാല്യൂ പേയ്മെൻ്റ് ആണ്. അത് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും കേട്ടോ. അപ്പോൾ യു പി ഐ ലോഞ്ച് ചെയ്തത് 2016 ഏപ്രിൽ 11 യു പി ഐ 2.0 എന്ന് പറഞ്ഞിട്ട് 2018 ലോഞ്ച് ചെയ്തു. ഓഗസ്റ്റ് 16 ലോഞ്ച് ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ടാണ് യു പി ഐ 2.0 തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് യു പി ഐ 1, 2, 3 പേ. 1, 2, 3 പേ എന്ന് പറയുമ്പോൾ 1, 2, 3 എന്ന നമ്പർ തന്നെ ആലോചിച്ച് വെക്കാം. 2022 തുടങ്ങിയിട്ടുള്ളത്. അത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആൾക്കാർക്ക്. മൊബൈൽ ഫോൺ വേണം, സാധാ മൊബൈൽ ഫോൺ വേണം, പക്ഷെ സ്മാർട്ട് ഫോൺ അല്ലാത്ത ഇന്റർനെറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കൈമാറ്റം. അതാണ് പറയുന്നത് കേട്ടോ. ഇനി യു പി ഐ ലൈറ്റ് വന്നു. ലൈറ്റ് 2022 വന്നത്. ലൈറ്റ് 2022 വന്നത്. അത് വരുന്നത് സ്മോൾ വാല്യൂ പേയ്മെൻ്റ് ആണ്. അതായത് ഒരു 1000 രൂപയ്ക്കൊക്കെ താഴെയുള്ള ഒരു പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് യു പി ഐ ലൈറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ചെറുതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ യു പി ഐ ലൈറ്റിന് യു പി ഐ പിന്നും കൂടി ആവശ്യമില്ല. അങ്ങനെയാണ് യു പി ഐ ലൈറ്റ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു 2023 കാലഘട്ടത്തിൽ വന്നത് യു പി ഐ ATM കാർഡുകൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ATM കാർഡുകൾ നമ്മൾ ഹിറ്റാച്ചി പേയ്മെൻറ്റിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഹിറ്റാച്ചിയുടെ കൂടെ NPCIയും ഹിറ്റാച്ചിയോട് കൂടിയിട്ടാണ് ഫസ്റ്റ് QR ബേസ്ഡ് ATM വിഡ്രോവൽ ഒക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതും 2023 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യു പി ഐ ഫീച്ചേഴ്സാണ്. പിന്നെയും ഒരുപാട്
ട്രാൻസാക്ഷൻസ് ഒക്കെ ഇപ്പൊ കൂട്ടിയിട്ടും കുറക്കലും നരക്കലൊക്കെ ഉണ്ട്. അപ്പൊ ഈ 1 ലക്ഷം എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. April 11, 2011. നമുക്കിപ്പോൾ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ April 11, 2016 നോട്ട് ചെയ്യുക. UPI ലൈറ്റ് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ UPI ലൈറ്റിന്റെ വർഷം 2022 സ്മോൾ വാല്യൂ പേയ്മെന്റ്സിനുള്ളതാണ്. 1000 രൂപയ്ക്ക് താഴെയുള്ളതാണെന്നൊന്ന് ഓർക്കാം. UPI 123 പേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 വന്നതാണ്. അത് പിന്നെ സ്മാർട്ട് ഫോണും നെറ്റൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. 2.0 പിന്നെ കുറച്ച് പഴയതാണ്, 2018 വന്നതാണ് കേട്ടോ. അപ്പോൾ UPIയുടെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? P2Pയും പറ്റും, P2Mഉം പറ്റും എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അത്രയൊക്കെയാണ് നമുക്ക് UPI ബന്ധപ്പെട്ട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇൻ കണക്ഷൻ വിത്ത് ക്രോപ്പ് ഇൻഷുറൻസ്. ക്രോപ്പ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് FNB? അതായത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ യോജനാസിന്റെ കൂട്ടത്തിലുള്ളതാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അതൊരു ക്രോപ്പ് ഇൻഷുറൻസ് ആണ് കേട്ടോ. വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. അപ്പോൾ ഫസൽ ബീമ എന്നാണ് അതിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസൽ ബീമയാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഫസൽ ബോണ്ടല്ല, ഫസൽ ബീമയാണ് കേട്ടോ. അപ്പൊ അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ നമ്മുടെ അടൽ പെൻഷൻ യോജന ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഡേറ്റ് പഠിച്ചു വെക്കണം കേട്ടോ. 2016 എന്ത് വരുന്നത്? ഫസൽ ബീമ വരുന്നത് കേട്ടോ. ഫെബ്രുവരിയിലാണ്. February 18, 2016 ഫസൽ ബീമ വരുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് പഠിക്കേണ്ട കുറച്ച് ഡേറ്റുകളാണ്. ഡേറ്റുകൾ ഇതിൽ കൊടുത്തിട്ടില്ല, പറഞ്ഞു പോവാം. APY പഠിക്കണം, അതായത് അടൽ പെൻഷൻ യോജന പഠിക്കണം. അതേതാ കൊല്ലം? 2015 കേട്ടോ. ഇതൊക്കെ 2015-16 കാലഘട്ടത്തിലാണ് എല്ലാം ഉള്ളത്. ഓക്കെ, May 9 അപ്പോൾ അത് ഉള്ളത് കേട്ടോ. ഏത്? APY നോക്കുന്നത് 2015. അത് കഴിഞ്ഞ പ്രധാനമന്ത്രിയുടെ 2015 ഈ ഫസൽ ബീമ യോജന 16. ഫസൽ ബീമ യോജന മാത്രമാണ് 16 നിൽക്കുന്നത്. ബാക്കിയൊക്കെ 2015 കേട്ടോ. ബാക്കിയൊക്കെ 2015 ഒന്ന് നോട്ട് ചെയ്യുക. സുരക്ഷാ ബീമ യോജനയുണ്ട്, അതും 2015. പിന്നെ അതുപോലെ ജീവൻ ജ്യോതി ബീമയുണ്ട്, അതും 2015. ജൻധൻ യോജനയുണ്ട്, അത് ജൻധൻ യോജന 2014. അപ്പൊ 2014, 15, 16 ആദ്യം വരുന്നത് ജൻധൻ യോജനയാണ് കേട്ടോ. August 15, 2014 നമ്മളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് അനൗൺസ് ചെയ്തു. പിന്നെ അത് നടപ്പിലായത്, ലോഞ്ച് ചെയ്തത് August 28. August 28, 2014 ജൻധൻ യോജന വരുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. ജൻധൻ യോജനയാണ് ആദ്യം വന്നിട്ടുള്ളത് 2014. ഈ ഒരു ഭാഗത്തുള്ളത് ആദ്യം വന്നത് ജൻധൻ യോജനയാണ് August 28, 2014. അതിനുശേഷമാണ് നമ്മുടെ 2015 പദ്ധതികൾ വരുന്നത്. അടൽ പെൻഷൻ യോജന 2015. പിന്നെ അതുപോലെ തന്നെ മുദ്ര സ്കീം, പ്രധാനമന്ത്രിയുടെ മുദ്ര യോജന, അതും 2015 വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ജീവൻ ജ്യോതി യോജന, അതുപോലെ സുരക്ഷാ ബീമ യോജനയൊക്കെ 2015 കേട്ടോ. പിന്നെ ഫസൽ ബീമ യോജനയുണ്ട്, അത് പക്ഷേ 2016 February 18 ഡേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. 5th question, വാട്ട് ഈസ് ദ പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് എ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊമോട്ടിംഗ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആണോ, എൻഹാൻസിങ് സോഷ്യൽ ആൻഡ് എക്കണോമിക് എംപവർമെന്റ് ആണോ, ഫോസ്റ്ററിംഗ് എക്കണോമിക് കോമ്പറ്റീഷൻ ആണോ, എൻഹാൻസിങ് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ആണോ? അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഒരു കൂട്ടായ ഒരു എംപവർമെന്റിന് വേണ്ടി തുടങ്ങിയതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? എൻഹാൻസിങ് സോഷ്യൽ ആൻഡ് എക്കണോമിക് എംപവർമെന്റ് ആണ്. അതായത് ഒരാളുടെ തന്നെയുള്ള വികസനമല്ല, ഒരുമിച്ച് കൂട്ടായി നിന്നിട്ടുള്ള സാമ്പത്തികവും സാമൂഹികവുമായ വികസനമാണ് ഇതിൽ ഉന്നം വെക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എൻഹാൻസിങ് സോഷ്യൽ ആൻഡ് എക്കണോമിക് എംപവർമെന്റ് ആണ് ഇവിടെ പ്രധാനം. അവരുടെ ഐഡിയൽ സൈസ് എത്രയാണ്? 10-20. ചിലതിൽ 25 എന്നും കാണാനുണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെയുള്ള ഇൻഫോർമൽ ഗ്രൂപ്പാണ് എന്ത്? JLG എന്ന് പറഞ്ഞ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ. അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. 4-10 ഇൻഡിവിജ്വൽസ് ആണ് അവിടെ. അതായത് എൻഗേജ്ഡ് ഇൻ സിമിലർ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന 4 മുതൽ 10 വരെയുള്ള ആൾക്കാരാണ് ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളിലുള്ളത് കേട്ടോ. സോ SHGയെ കുറിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ത്രിഫ്റ്റും ക്രെഡിറ്റിനും സെൽഫ് ഹെൽപ്പിനും വേണ്ടിയിട്ടാണ് ഈ SHG നിലകൊള്ളുന്നതെന്ന് പറയാം.
കുഞ്ഞു കുഞ്ഞ് സേവിങ്സ് എടുത്തു വെക്കുക. പിന്നെ അതുപോലെ കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ, അതായത് ക്രെഡിറ്റ് കൊടുക്കുക. അപ്പോൾ 25,000 രൂപ നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്നു വെച്ചാൽ നമുക്ക് ആ ഒരു SHGന്ന് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് വായ്പയായിട്ട് എടുക്കാൻ പറ്റും. അപ്പം അതാണ് സെൽഫ് ഹെൽപ്പ്. അങ്ങനെയുള്ള ഒരു കൂട്ടായ പ്രവർത്തനം, അവരുടെ ചെറിയ ചെറിയ വരുമാനം നീക്കിയിരിപ്പും നടക്കും. അതുപോലെ ക്രെഡിറ്റ് ഫെസിലിറ്റിയും അവിടെ അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ അതുപോലെ സ്വയം സഹായം ചെയ്ത് ബിസിനസ്സിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വരുമാനങ്ങൾ നേടുന്ന ചെറിയ ചെറിയ വർക്കിംഗ് സ്പേസ് ആണ് അവർ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വെൻ ബാങ്ക് അലോസ് ഓവർ ഡ്രാഫ്റ്റ് ഇൻ ദ കറണ്ട് അക്കൗണ്ട് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമർക്ക് ഓവർ ഡ്രാഫ്റ്റ് കറണ്ട് അക്കൗണ്ടിൽ കൊടുക്കുന്നുണ്ടല്ലോ, അത് ഏത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബാങ്ക് ആൻഡ് കസ്റ്റമർ ആണ്? ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ഏത് റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോഴാണ് ഈ ഒരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ ആണോ, ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ ആണോ, പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് ആണോ, നൺ ഓഫ് ദി എബോവ് ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുന്നത് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമാണ്. എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിനും ഓവർ ഡ്രാഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ് ബിസിനസ്മാൻ ആ ഒരു ആൾക്കാരൊക്കെയാണ് കൊടുക്കുക അല്ലേ. അപ്പോൾ അവർക്ക് ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുന്നു, പകരം അവർക്ക് എന്തില്ല, പലിശയൊന്നും കൊടുക്കുന്നില്ല. സേവിങ്സ് അക്കൗണ്ടിന് ഓവർ ഡ്രാഫ്റ്റ് ഇല്ല, പകരം പലിശയുണ്ട്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ഉള്ള കേസിൽ അവരെ ബന്ധം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ ആണ് കേട്ടോ. ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ ആണ്. ആര് തമ്മിലുള്ള ബന്ധം? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് ദ കസ്റ്റമർ ആണ് കേട്ടോ. ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞിട്ടുള്ളത്. ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ആഫ്റ്റർ ദ ക്ലോഷർ ഓഫ് ദ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഓക്കെ. അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ബാങ്ക് നീഡ് നോട്ട് മെയിൻറ്റെയിൻ സീക്രസി. ബാങ്ക് സീക്രസി അതൊരു കസ്റ്റമറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റാരെങ്കിലും വന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുമോ? ഇല്ല. അതാണ് ഒരു ബാങ്കിന്റെ കോർട്ടസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഇതുണ്ട് അവർക്ക്. അപ്പം അതുകൊണ്ട് ബാങ്ക് ഈസ് സ്റ്റിൽ ബോണ്ടഡ് ടു മെയിൻറ്റെയിൻ സീക്രസി. ബാങ്കിന് വീണ്ടും സീക്രസി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കടമയുണ്ട്. ബാങ്ക് ഈസ് ബൗണ്ടഡ് ടു ഗിവ് ഡീറ്റെയിൽസ് ടു സിബിലിന് കൊടുക്കണം. സിബിലിനും അത് ഏത് ഏജൻസി വേണമെങ്കിലും ആവശ്യപ്പെട്ടാൽ കൊടുക്കും കേട്ടോ. അല്ലാതെ അവർ വേറെ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ്. അപ്പം മെയിൻറ്റെയിൻ സീക്രസി. ഒരാൾ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോയാലും അയാളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് സീക്രട്ടായിട്ട് വെക്കണം എന്നുള്ളത് ബാങ്കിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് അല്ലേ. ഒരു ബാങ്കിന്റെ കോർട്ടസിയാണ്, ഒരു മര്യാദയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് ബാങ്ക് ഈസ് സ്റ്റിൽ ബൗണ്ടഡ് ടു മെയിൻറ്റെയിൻ സീക്രസിയാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ട് വരിക ബാങ്കിങ് പ്രാക്ടീസസ് എടുക്കുമ്പോൾ കേട്ടോ. ഓക്കെ. എന്നാൽ ഇവിടെ ചില എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എല്ലാ സമയത്തും ഇപ്പോൾ ബാങ്കിന് ഒരു ഡാറ്റയും ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ചില കേസിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഏത് കേസാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഡിമാൻഡഡ് ബൈ കോർട്ട് ഓഫ് ലോ. കോർട്ട് ചോദിക്കുകയാണ് എന്തെങ്കിലും വിവരങ്ങൾ ആരായാണെങ്കിൽ കൊടുക്കണം. അതുപോലെ വിത്ത് ദ കൺസെന്റ് ഓഫ് ദ കസ്റ്റമറുടെ സമ്മതത്തോടു കൂടി കൊടുക്കാം. ഡിസ്ക്ലോഷർ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക്കിനോ ഗവൺമെന്റിനോ എന്തെങ്കിലും പൊതു താല്പര്യമുള്ള വിവരങ്ങളാണെങ്കിൽ, ഇപ്പോൾ ഒരു ഭീകരൻ ഒളിച്ചു താമസിക്കുന്നു, അപ്പോൾ ഭീകരന്റെ ഡാറ്റ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണ്ടേ? അതൊരു പൊതു താല്പര്യമാണ് അല്ലേ. അത് ഗവൺമെന്റിനും പബ്ലിക്കിനും പൊതു താല്പര്യമാണ്. അയാൾ ഇങ്ങനെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, അയാൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ബാങ്കിന് പറയാൻ പറ്റും. അപ്പം അതേപോലെ ഡിസ്ക്ലോഷർ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ബാങ്കിന് താല്പര്യമുള്ള ഒരു കാര്യമാണെങ്കിലും ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു എക്സെപ്ഷണൽ കേസാണ് കേട്ടോ. ഈ കേസുകളിലല്ലാത്ത എല്ലാ സമയത്തും ബാങ്ക് എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് അറ്റാച്ച്മെന്റ് ചെയ്യുമ്പോൾ നോട്ടീസ് പ്രൊവൈഡ് ചെയ്യണം. അല്ലാതെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇൻകറക്റ്റ് ആണ്. ഈ പറഞ്ഞിട്ടുള്ള 3 പ്രസ്താവനകളും തെറ്റായ പ്രസ്താവനകളാണ്. ശരിയായ പ്രസ്താവന ഇതിലൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് A, B and C ആർ ഇൻകറക്റ്റ് ആണ് ഇവിടെ വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ബാങ്കേഴ്സ് ജനറൽ ലീൻ പ്രൊവൈഡ്സ് ഫോർ ദ റൈറ്റ്. ബാങ്കർക്ക് ജനറൽ ലീൻ ഉണ്ട് അല്ലെ. ബാങ്കർ ജനറൽ ലീൻ ഇംപ്ലൈഡ് പ്ലഡ്ജ് ആണെന്ന് പറഞ്ഞത് ആരാ? ലോർഡ് ക്യാമ്പലാണ് കേട്ടോ. ലോർഡ് ക്യാമ്പലിന്റെ ഒരു പ്രസ്താവനയാണ്. ബാങ്കേഴ്സ് ലീൻ ഒരു ജനറൽ ഇംപ്ലൈഡ് പ്ലഡ്ജ് ആണ്. ബാങ്കേഴ്സ് ലീൻ ഈസ് ഇംപ്ലൈഡ് ജനറൽ ലീൻ ആൻഡ് ഓൾസോ ഇംപ്ലൈഡ് പ്ലഡ്ജ് ആണെന്ന് പറയുന്നത് ലോർഡ് ക്യാമ്പലാണ് കേട്ടോ. ഓക്കെ. പഴയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ബാങ്കേഴ്സിന്റെ ജനറൽ ലീൻ പ്രൊവൈഡ്സ് ഫോർ ദ റൈറ്റ്. ഏത് റൈറ്റ് ആണ് കൊടുക്കുന്നതെന്നാണ് ബാങ്കേഴ്സിന്റെ ജനറൽ ലീൻ നൽകുന്നത്. ഒരു ഗുഡ്സ് റീറ്റെയിൻ ചെയ്യുക, സെല്ല് ചെയ്യുക, ടു സെൽ ആഫ്റ്റർ ഗിവിംഗ് എ റീസണബിൾ നോട്ടീസ്, നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ബാങ്കറുടെ ലീന് പ്രത്യേക തരത്തിലുള്ള ലീനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക്
ഇത് റീറ്റെയിൻ ചെയ്യാൻ മാത്രമല്ല റീസണബിൾ നോട്ടീസ് കൊടുത്ത് വിൽപ്പനയ്ക്ക് വെക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ബാങ്കർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ബാങ്കറുടെ ലീന് ഒരു ഇംപ്ലൈഡ് പ്ലഡ്ജ് ആണെന്ന്, അല്ലെ? ഒരു പ്ലഡ്ജാണ്. പ്ലഡ്ജിൽ നമുക്ക് പണയം വെച്ച വസ്തു വിൽക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. ബാങ്കേഴ്സിന്റെ ജനറൽ ലീൻ പിന്നെ അത് ലേലത്തിന് വെക്കുകയാണ് ചെയ്യുക, അല്ലെ? നമ്മൾ പണയം മുതൽ എടുത്തില്ലെങ്കിൽ എന്താ ചെയ്യുക? ബാങ്ക് അത് ലേലത്തിന് വെക്കും, ലേലം വിളിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പൊ അതേപോലെ ബാങ്കേഴ്സിന്റെ ജനറൽ ലീന് ഒരു ഇംപ്ലൈഡ് പ്ലഡ്ജ് ആണെന്ന് പറയുന്നതിന് കാരണം ടു സെൽ ആഫ്റ്റർ ഗിവിംഗ് എ റീസണബിൾ നോട്ടീസ്. ഒരു റീസണബിൾ നോട്ടീസ് കൊടുത്തിട്ട് അവർക്കത് വിൽക്കാൻ കഴിയും എന്നാണ്. അപ്പൊ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ലീൻ 2 തരത്തിലാണുള്ളത്, അല്ലെ? ജനറൽ ലീനും ഉണ്ട്, സ്പെഷ്യൽ ലീനും ഉണ്ട്. അപ്പോൾ ലീൻ ഒരു റൈറ്റ് ആണെന്ന് പറയാം, അല്ലെ? അല്ലാതെ ഒരു കോൺട്രാക്റ്റ് അല്ല. ഓക്കെ, ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ 1872 പറയുന്നുണ്ട് ലീൻ ഒരു റൈറ്റ് ആണ്, അല്ലാതെ നോട്ട് എ കോൺട്രാക്റ്റ് അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ജനറൽ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 171 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 171 ജനറൽ ലീനിനെ കുറിച്ച് പരാമർശിക്കുന്നത്. പിന്നെ ഏതൊക്കെ കേസിലാണ് ലീൻ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്? അപ്പൊ അത് രണ്ടും പഠിക്കണം. അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം, പറ്റാത്ത സാഹചര്യം നമുക്ക് പറയാം. അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം. ഓക്കെ, എന്തെങ്കിലും ഫണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അതിന്മേൽ ലീൻ പ്രയോഗിക്കാം. ഓക്കെ, ലീൻ എന്താണ്? ലീൻ എന്ന് വെച്ചാൽ റൈറ്റ് ഈ പൊസഷൻ, പിടിച്ചു വെക്കാൻ, ബാങ്കിന് പിടിച്ചു വെക്കാനുള്ള അവകാശമാണ്. നമ്മൾ എന്തെങ്കിലും ബാങ്കിൽ നിന്ന് ലോണോ കാര്യങ്ങളോ എടുത്ത് അത് അടവ് തെറ്റണം കേട്ടോ, അടവ് തെറ്റി കിടക്കുകയാണെങ്കിൽ നമ്മുടെ മറ്റു വല്ല സാധനങ്ങളിൽ നിന്നും പിടിച്ചെടുക്കാനുള്ള ബാങ്കിന്റെ അവകാശമാണ് ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് പിടിച്ചു വെക്കും, ബാങ്ക് തരില്ല. അതേപോലെ എല്ലാ വസ്തുക്കളിന്മേലും ലീൻ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് പറഞ്ഞത് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെ വസ്തുക്കളിൽ ഉപയോഗിക്കാം എന്ന് വെച്ചാൽ ഫണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഉപയോഗിക്കാം. അതുപോലെ ഗുഡ്സ് എന്തെങ്കിലും ബാങ്കിന്, ഒരു ബാങ്കർ എന്നുള്ള നിലയ്ക്ക് ഗുഡ്സ് കമ്മിങ് ഇൻ ടു ബാങ്കിന് ആ ഒരു കേസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്, നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ആധാരമോ കാര്യങ്ങളോ വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. FDR ഉപയോഗിക്കാം, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ റിസീപ്റ്റിന്മേൽ ഉപയോഗിക്കാം. FD കിടക്കുന്നുണ്ടെങ്കിൽ FD എന്ന് എടുക്കാം. LIC പോളിസി ഉണ്ടെങ്കിൽ എടുക്കാം. ചെക്ക്, പ്രോമിസറി നോട്ട്, ബില്ല് കളക്ഷന് വേണ്ടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കാം. ഈ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ലീൻ ഉപയോഗിക്കാം. എന്നാൽ ലീൻ ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് ഏതൊക്കെയാണ്, എക്സെപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എല്ലാ കണ്ടീഷൻസിലും എന്നാൽ ശരി ഇവന്റെ കുറച്ച് പൈസ ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അത് എക്സെപ്ഷൻസ് ആണ് പറയുന്നത്. ആർട്ടിക്കിൾസ് കെപ്റ്റ് ഇൻ എ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ, കുറച്ച് ഗോൾഡ് ഇയാള് ലോക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നപ്പം എനിക്കൊരു 1,00,000 രൂപ തരാണ്ടല്ലോ, എന്നാൽ അതിൽ നിന്ന് 2 പവൻ എടുത്തേക്കാം എന്ന് വിചാരിച്ച ബാങ്കിന് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ആർട്ടിക്കിൾസ് കെപ്റ്റ് ഇൻ എ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ എന്തല്ല, എക്സെപ്ഷണൽ കേസാണ്. അതിന്മേൽ ഈ ലീൻ ഉപയോഗിക്കാം, ജനറൽ ലീന് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഡോക്യുമെന്റ്സോ മണിയോ പണമോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി, ഇപ്പൊ ഒരു മാരേജിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, ബാങ്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ്, എന്തെങ്കിലും മുദ്രപേമോ അല്ലെങ്കിൽ ആധാരമോ അല്ലെങ്കിൽ മറ്റ് വിലപ്പെട്ട എന്തെങ്കിലും ബാങ്കിന് സേഫ് കസ്റ്റഡിക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊന്നും എടുക്കാൻ പറ്റില്ല ബാങ്കിന് കേട്ടോ. അതുപോലെ പാർട്ട്ണർഷിപ്പ് ഡെറ്റ്, പാർട്ട്ണർഷിപ്പിൽ കടം ഉണ്ടായി എന്ന് വെച്ചിട്ട് പാർട്ട്ണറുടെ പേഴ്സണൽ അക്കൗണ്ടിലെ സാധനങ്ങൾ പോയിട്ട് എടുക്കാൻ പറ്റില്ല. അത് ജോയിന്റ് എല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആർട്ടിക്കിൾസ് ലെഫ്റ്റ് നെഗ്ലിജന്റ്ലി, അറിയാതെ ഒരാൾ എന്തെങ്കിലും വസ്തുക്കൾ അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ സ്വർണമോ അറിയാതെ ബാങ്കിലെങ്ങാനും കളഞ്ഞു പോയി, അപ്പൊ ബാങ്ക് വരിക്കാം എനിക്ക് എന്തായാലും തരാണ്ടല്ലോ എന്നാ പിന്നെ ഇതിന്ന് എടുത്തേക്കാം, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ബാങ്ക് അത് എടുക്കാൻ പാടില്ല കേട്ടോ, അവിടെ ലീന് പ്രയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ നോർമൽ കേസസ് ആണ് പറയുന്നത്. എപ്പോഴും ലീന് പ്രയോഗിക്കുമ്പം ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പിലായിരിക്കും. ഓക്കെ, ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പിലായിരിക്കണം എന്നത് ഓർക്കുക. പിന്നെ ദിസ് റൈറ്റ് ഈസ് അവൈലബിൾ ഫോർ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ബാങ്കിന് കൂടാതെ വേറെ ആർക്കൊക്കെയാണ് ജനറൽ ലീൻ പ്രയോഗിക്കാനുള്ള അവകാശം ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിന് മാത്രമല്ല ഫാക്ടേഴ്സിനുണ്ട്, അറ്റോർണീസ്, ഹൈക്കോടതിയിലെ അറ്റോർണീസിലുണ്ട്, പോളിസി ബ്രോക്കേഴ്സിനുമൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ.
അപ്പോൾ ഈ ജനറൽ ലീൻ പ്രയോഗിക്കാൻ ഉള്ള അർഹതയുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ബാങ്കേഴ്സ്, ഫാക്ടേഴ്സ്, അറ്റോർണീസ് ഓഫ് ഹൈക്കോർട്ട്സ് ആൻഡ് പോളിസി ബ്രോക്കേഴ്സ് ആണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇതിന് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ, എക്സസൈസിങ് ബാങ്കേഴ്സ് ലീൻ അൺലിമിറ്റഡ് ആണ്. എത്ര സമയത്തിനകം ഇത് പിടിച്ചെടുക്കണം എന്നൊന്നുമില്ല. 1 മാസത്തിനകം പിടിച്ചെടുക്കണം, ഇയാൾ തുക മുടക്കിയതിന്റെ 6 മാസത്തിനകം പിടിച്ചടക്കണം, അങ്ങനെയൊന്നുമില്ല. അതായത് ലിമിറ്റേഷൻ പീരീഡ് ഇല്ല ലീനിൽ കേട്ടോ, അൺലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് സാധാരണ ലീനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് മുമ്പ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മിസ്റ്റർ എ ഹു ഈസ് എ ഡീഫോൾട്ടർ ഇൻ എ ലോൺ അക്കൗണ്ട്. ഒരു ലോൺ അക്കൗണ്ടിന്റെ ഡീഫോൾട്ടർ ആണ് മിസ്റ്റർ എ. അപ്പോൾ ഈസ് ഹാവിംഗ് ദ ഫോളോയിങ് അക്കൗണ്ട്സ് വിത്ത് യു, ഇൻ വിച്ച് അക്കൗണ്ട് ദ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ക്യാൻ ബി എക്സസൈസ്ഡ്. ഇതിപ്പോൾ നമ്മൾ ലീന് പറഞ്ഞ പോലെ തന്നെയാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ഉള്ളത്. ഈ താഴെ കൊടുത്തിട്ടുള്ള ഏത് അക്കൗണ്ടിൽ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ഉപയോഗിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ലോൺ അക്കൗണ്ട് ഡീഫോൾട്ട് വരുത്തി കിടക്കുകയാണ്. അപ്പോൾ ആള് ജോയിന്റ് അക്കൗണ്ട് വിത്ത് വൈഫ് ഉണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ അതിൽ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, കാരണം അതിൽ വൈഫുണ്ട്, വൈഫും കൂടി ഉണ്ടല്ലോ. വൈഫ് ഒരു ഡീഫോൾട്ടർ അല്ല, എ മാത്രമല്ലേ ഡീഫോൾട്ട് വരുത്തിയിട്ടുള്ളൂ. സോ വൈഫിന്റെ പേരിലുള്ള പൈസ എടുക്കാൻ പാടില്ല. കറണ്ട് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് മിസ്റ്റർ എ. മിസ്റ്റർ എക്ക് ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ട്, കാരണം ഇയാളൊരു മിസ്റ്റർ എക്സിന്റെ എക്സിക്യൂട്ടർ ആയിട്ടുള്ള ഒരു കറണ്ട് അക്കൗണ്ട് എയുടെ പേരിലുണ്ട്. സോ അതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? അതിൽ നിന്ന് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് ഒരു റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിലുള്ള അക്കൗണ്ട് ആണ് ഈ എയുടെ, അല്ലെ. അപ്പൊ അതുകൊണ്ട് എക്സിന്റെ പേരിലുള്ള ഇതാണ് മിസ്റ്റർ എ ഉപയോഗിക്കുന്നത്. റെപ്രസെന്റേറ്റീവ് ആണ്, കപ്പാസിറ്റിയാണ്. സോ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിലെ ട്രസ്റ്റി അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ കറണ്ട് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് പാർട്ട്ണർഷിപ്പിലുണ്ട്, ഒരു പാർട്ട്ണറാണ്, അങ്ങനെ പാർട്ട്ണർഷിപ്പിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതും പറ്റില്ല. ആകെ ഉപയോഗിക്കാൻ പറ്റുന്നത് അയാളുടെ ടേം ഡെപ്പോസിറ്റ് ഉണ്ട് എയുടെ, അത് ഉപയോഗിക്കാം. അതുമ്പിൽ സെറ്റ് ഓഫ് നടക്കും. ബാക്കി ഒരു കേസിലും സെറ്റ് ഓഫ് നടക്കില്ല കേട്ടോ. സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജോയിന്റ് അക്കൗണ്ട് വിത്ത് വൈഫ് ഉണ്ട്, സോ അവിടെ നടക്കില്ല. കറണ്ട് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, നടക്കില്ല. പാർട്ട്ണർഷിപ്പിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, നടക്കില്ല. അവിടെയും സെറ്റ് ഓഫ് നടക്കില്ല. സെറ്റ് ഓഫ് നടക്കുന്നത് ടേം ഡെപ്പോസിറ്റ് ഇൻ ദ നെയിം ഓഫ് എ, അതായത് എയുടെ പേരിലുള്ള ഒരു ടേം ഡെപ്പോസിറ്റ് ഉണ്ട്, അവിടെ നടക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, സെൽഫ് ഓപ്പറേറ്റഡ് മൈനർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മൈനർ എത്ര വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10 വയസ്സ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലേ. 10 വയസ്സാണ് ഇപ്പം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ദ ഫോളോയിങ് ഡോക്യുമെന്റ് ഈസ് റിക്വയർഡ് ഫോർ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് എൻ എക്സിക്യൂട്ടർ. എക്സിക്യൂട്ടർ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്, അല്ലേ. അപ്പോൾ ഏത് എക്സിക്യൂട്ടർ ഒരു ഇത് വെക്കണം, ഒരു സർട്ടിഫിക്കറ്റ് വെക്കണം, ഡോക്യുമെന്റ് വെക്കണം ഇതിന്റെ കൂടെ. അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് പ്രൊബേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പ്രൊബേറ്റ് ആണ് വെക്കേണ്ടത്. എക്സിക്യൂട്ടർ അക്കൗണ്ടിൽ തുടങ്ങുമ്പോൾ പിന്നെ അയാളാണ് ആ അക്കൗണ്ടൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പ്രൊബേറ്റ് അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. പ്രൊബേറ്റ് അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ കോർട്ട് സർട്ടിഫൈഡ് ഡോക്യുമെന്റ് ആണ്. ദാറ്റ് ഒഫീഷ്യലി ഓതറൈസ് ചെയ്യുന്നത് ഈ എക്സിക്യൂട്ടർ ടു മാനേജ് ദ ഡിസീസ്ഡ് പേഴ്സൺസ് എസ്റ്റേറ്റ്. അയാളുടെ പിന്നെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ മാനേജ് ചെയ്യുന്നത് എക്സിക്യൂട്ടർ ആണ്, അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് പ്രൊബേറ്റ് എന്ന് പറയുന്നത്. പ്രൊബേറ്റ് ആണ് എന്തിന്റെ കൂടെ വെക്കേണ്ടത്? അക്കൗണ്ട് ഓപ്പണിങ്ങിന്റെ കൂടെ വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 13ാമത്തെ ചോദ്യം. ഇൻ എ ജോയിന്റ് SB അക്കൗണ്ട് വിത്ത് ഐദർ ഓർ സർവൈവർ ക്ലോസ് ആണ്. ദ ഫോളോയിങ് ക്യാൻ ബി കംപ്ലൈഡ് വിത്ത്. ഐദർ ഓർ സർവൈവർ അക്കൗണ്ട് ആണ്. അപ്പം ഐദർ ഓർ സർവൈവർ അക്കൗണ്ടിന്റെ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലേക്ക് വരണം കേട്ടോ. എനി വൺ ഓഫ് ദം ക്യാൻ ഇഷ്യൂ സ്റ്റോപ്പ് പേയ്മെന്റ് ലെറ്റർ ടു ദ ബാങ്ക് ഫോർ നോട്ട് എഫക്ടിംഗ് പേയ്മെന്റ് ഓഫ് എ ചെക്ക്. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? എനി വൺ ഓഫ് ദം സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. ഐദർ ഓർ സർവൈവർ ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന്. എനി വൺ ഓഫ് ദം ക്യാൻ ഇൻസ്ട്രക്ട് ബാങ്ക് ടു ക്ലോസ് ദ അക്കൗണ്ട്. അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറയാൻ പറ്റും. ജോയിന്റ് SB അക്കൗണ്ട് ആണ് കേട്ടോ. ജോയിന്റ് SB അക്കൗണ്ട് ഐദർ ഓർ സർവൈവറിൽ. എനി വൺ ഓഫ് ദം ക്യാൻ ഇൻസ്ട്രക്ട് ബാങ്ക് ടു ട്രാൻസ്ഫർ ദ ഫണ്ട് ടു അനദർ ബ്രാഞ്ചിലേക്ക് മാറ്റാൻ പറ്റും. എനി വൺ ഓഫ് ദം ക്യാൻ ഇൻസ്ട്രക്ട് ബാങ്ക് ടു സബ്സ്റ്റിറ്റ്യൂട്ട് നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേതാണ് ഐദർ ഓർ സർവൈവർ ലോസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ സ്റ്റോപ്പ് പേയ്മെന്റ് പിന്നെ അതായത് എനി വൺ ഓഫ് ദം ക്യാൻ ഇഷ്യൂ സ്റ്റോപ്പ് പേയ്മെന്റ് ലെറ്റർ ടു ദ ബാങ്ക് ഫോർ നോട്ട് എഫക്ടിംഗ് പേയ്മെന്റ് ഓഫ് എ ചെക്ക്. ചെക്കിന് ഒരു സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഐദർ ഓർ സർവൈവർ ക്ലോസിൽ പറ്റും. അല്ലാതെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ഒരാൾക്ക് മാത്രം വിചാരിച്ചാൽ പറ്റുമോ?
എനി വൺ ഓഫ് ദം ക്യാൻ ഇൻസ്ട്രക്ട് ബാങ്ക് ടു ക്ലോസ് ദ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ക്ലോസ് ആവുമോ? ഇല്ല. പക്ഷെ സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുക്കാൻ പറ്റും കേട്ടോ. സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അത് മാത്രമാണ് ഇവിടെ ജോയിന്റ് SB അക്കൗണ്ടിൽ ഐദർ ഓർ സർവൈവർ ക്ലോസിൽ ഉള്ളത്. കംപ്ലൈഡ് വിത്ത് ഫോളോയിങ് ക്യാൻ ബി കംപ്ലൈഡ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി വൺ ഓഫ് ദം ക്യാൻ ഇഷ്യൂ സ്റ്റോപ്പ് പേയ്മെന്റ് ലെറ്റർ ടു ബാങ്ക് ഫോർ നോട്ട് എഫക്ടിങ് പേയ്മെന്റ് ഓഫ് ചെക്ക് കൊടുക്കാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ രണ്ട് പേരിൽ ആർക്ക് വേണമെങ്കിലും സ്റ്റോപ്പ് പേയ്മെന്റോ ലെറ്റർ കൊടുക്കാൻ പറ്റും, ബാങ്കിന് കൊടുക്കാൻ പറ്റും കേട്ടോ. അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. അടുത്തത് വന്നിട്ടുള്ളത് നമ്മുടെ പ്രയോറിറ്റി സെക്ടർ ടാർജറ്റ് ആണ്. പ്രയോറിറ്റി സെക്ടർ ടാർജറ്റ് RRBയുടെ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. RRBയുടെ റീജിയണൽ റൂറൽ ബാങ്കിനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവരുടെയും പഠിക്കണം. മാറ്റം വന്നിട്ടുണ്ട്, പണ്ടത്തെ അല്ല, മാറ്റം വന്നിട്ടുണ്ട്. സോ ഒന്ന് പഠിക്കണം കേട്ടോ. 2025 ഗൈഡ് ലൈൻസ് പുതിയത് വന്നിട്ടുണ്ട്. സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നോക്കാം RRBയുടെ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ RRBയുടെ 75% ആണ് കേട്ടോ. RRBയുടെ ഇപ്പൊ ഏതാ പറയണ 75% ആണ് അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ്. ANBCയുടെ 75% ആണ് RRBയുടെ വന്നിട്ടുള്ളത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതിന്റെ കൂടാതെ നമുക്ക് പഠിക്കാനുള്ളത് കൊമേഴ്ഷ്യൽ ബാങ്കിന് മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്ക് അതായത് 20 ബ്രാഞ്ചിൽ കൂടുതലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും ലെസ് ദാൻ 20 ബ്രാഞ്ചിൽ കുറവുള്ളവർക്കും 40% തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഫോറിൻ ബാങ്കുകൾക്കും കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും 40% തന്നെയാണ്. RRBക്ക് 75%, സ്മോൾ ഫിനാൻസ് ബാങ്കിനും UCBക്കും 60% കേട്ടോ. സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. RRBക്ക് 75%, സ്മോൾ ഫിനാൻസ് ബാങ്കിനും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും 60. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളാണ് കൂടുതൽ ചോദിച്ചു കാണാറുള്ളത്. RRB ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് ഒന്ന് ചോദിക്കും. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്കിന് 40, ഫോറിൻ ബാങ്കിന് 40, RRBക്ക് 75, സ്മോൾ ഫിനാൻസ് ബാങ്കിന് 60, UCBക്ക് 60. ഇവർക്ക് രണ്ടുപേർക്കും 60. അതിന്റെ ഇടയ്ക്കുള്ളത് RRB ആണ്. അവർക്ക് ഇത്തിരി കൂടുതലാണ്, 75ആണ്. മറ്റവർക്ക് രണ്ടുപേർക്ക് 40 കേട്ടോ. ഇനി ഈ ലെസ് ദാൻ 20 ബ്രാഞ്ചസ് ഉള്ള ഫോറിൻ ബാങ്കിന് നമ്മൾ പറഞ്ഞു 40 ആണെന്ന്. അതിൽ 32% എക്സ്പോർട്ട് ക്രെഡിറ്റ് കൊടുക്കാം കേട്ടോ. ബാക്കി എന്തുള്ളൂ പ്രയോറിറ്റി സെക്ടറിന് നോക്കേണ്ടി വരും. പ്രയോറിറ്റി സെക്ടറിലുള്ള തന്നെയാണ് എക്സ്പോർട്ട് ക്രെഡിറ്റ്. എക്സ്പോർട്ട് ക്രെഡിറ്റിന് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അഗ്രികൾച്ചർ നമ്മളിവിടെ എഴുതിയിട്ടില്ല. അഗ്രികൾച്ചർ 18%. ഈ 18% അഗ്രികൾച്ചറിൽ 10% സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സിന് പ്രാധാന്യം കൊടുക്കണം എന്നൊന്ന് ഓർക്കുക. അഗ്രികൾച്ചർ 18% ആണ്, അത് എല്ലാവർക്കും ഉള്ളതാണ്. ഈ അഗ്രികൾച്ചറിൽ അതായത് ഫോറിൻ ബാങ്കിന് ഇല്ല കേട്ടോ, അവർക്കില്ല. ഫോറിൻ ബാങ്കിന് ഇങ്ങനെ 20 ബ്രാഞ്ചസ് ആ ഫോറിൻ ബാങ്കിനില്ല, അവർക്കില്ല. അഗ്രികൾച്ചർ ബാക്കി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതായത് RRBക്ക് ഉണ്ട്, സ്മോൾ ഫിനാൻസ് ബാങ്കിനുണ്ട്, UCBക്ക് ഉണ്ട്. അപ്പൊ അഗ്രികൾച്ചർ 18%. അതിൽ 10% സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സിന് കൊടുക്കണം എന്നൊന്ന് ഓർക്കണം. പിന്നെ വീക്കർ സെഷൻ പറയുന്നുണ്ട്. അത് കൊമേഴ്ഷ്യൽ ബാങ്കിനും അവർക്കൊക്കെ 12%, RRBക്ക് 15, UCBക്കും 12 തന്നെയാണ്. അപ്പൊ RRBനെ മാത്രമാണ് സെപ്പറേറ്റ് പഠിക്കേണ്ടത്. അവർക്ക് 75 ഇവിടെ 12 പഠിക്കണം കേട്ടോ. വീക്കർ സെഷൻ 12, RRBക്ക് മെയിൻ നോക്കുമ്പോൾ 75. മൈക്രോ പറയുന്നുണ്ട്. മൈക്രോ എല്ലാവർക്കും 7.5 തന്നെയാണ് കേട്ടോ. മൈക്രോ 7.5 തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്കിനും ഫോറിൻ ബാങ്ക്സിനും 40%, RRBക്ക് 75, സ്മോൾ ഫിനാൻസ് ബാങ്കിനും UCBക്കും 60%. ഇതില് ഫോറിൻ ബാങ്ക് ലെസ് ദാൻ 20 ബ്രാഞ്ചസ് ഉള്ളവർക്ക് നമ്മൾ പറഞ്ഞു 40%. അതിൽ 32% എക്സ്പോർട്ട് ക്രെഡിറ്റ് കൊടുക്കാം. ഓക്കെ, എക്സ്പോർട്ട് ക്രെഡിറ്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അഗ്രികൾച്ചറിൽ 18 പറഞ്ഞു. എല്ലാവർക്കും 18 തന്നെയാണ്. 18ൽ 10 ആർക്ക് കൊടുക്കണം? സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സിനാണ് കൊടുക്കേണ്ടത് കേട്ടോ. മൈക്രോക്ക് 7.5 ആണ്. പിന്നെ അഡ്വാൻസ്ഡ് വീക്കർ സെഷൻ പറയുന്നത് 12% കൊമേഴ്ഷ്യൽ ബാങ്കിന്, RRBക്ക് 15, UCBക്ക് 12. സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഓംബുഡ്സ്മാൻ ആണ് കേട്ടോ. അപ്പോൾ ഓംബുഡ്സ്മാൻ ഒന്ന് നോക്കാം. ഓംബുഡ്സ്മാൻ സ്കീം 2021 ക്വസ്റ്റ്യൻ ആണത്. ഓൾ ദ 3 ഓംബുഡ്സ്മാൻ സ്കീംസ് എക്സിസ്റ്റഡ്. ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സ്കീം 2006, ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സ്കീം ഫോർ NBFCs 2018 and Ombudsman Scheme for Digital Transactions 2019 have been integrated into one scheme known as. ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് അത് നമ്മൾ പറഞ്ഞു. ആദ്യമേ നമ്മൾ പറഞ്ഞു ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021 എന്ന് പറഞ്ഞിട്ടാണല്ലോ അത് അറിയപ്പെടുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ചോദ്യം, ഈ ചോദ്യത്തിന്റെ ഉള്ളിൽ തന്നെയുണ്ട്, ആ 3 ഇയർ ഒന്ന് പഠിക്കണം.
കാരണം ഈ 2021 ഉൾപ്പെട്ടിട്ടുള്ള സ്കീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അക്സസ് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ അല്ല, ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമാണ് കേട്ടോ. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം അല്ലേ, ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമാണ്, IOS ആണ്. ഇപ്പൊ IOSൽ എന്തൊക്കെ വന്നു, നമ്മുടെ കേരള ബാങ്ക് ഒക്കെ പെട്ടു കേട്ടോ. IOSലേക്ക് കേരള ബാങ്കിനെയൊക്കെ കൊണ്ടുവന്നു ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ കൂട്ടത്തില്. അപ്പൊ കേരള ബാങ്കിന് നമ്മുടെ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ അല്ല ബാധകം, ഇനി മുതൽ ഇതാണ് കേട്ടോ IOSന് ബാധകം. IOS ആണ് കേരള ബാങ്കിനൊക്കെ ഇനി വരിക. അപ്പൊ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021 പെട്ടത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ പഴയ 2006 പെട്ടു. പിന്നെ NBFCയുടെ 2018 പെട്ടു. ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ 2019 പെട്ടു. ഈ 3 പഠിക്കണം. കാരണം ഹൗസിംഗ് ഫിനാൻസിന്റെ ഒക്കെ തന്നു കഴിഞ്ഞാൽ അതൊന്നും ഇതിൽ വരില്ല. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇതിലുള്ളത് എന്നൊന്ന് ഓർത്ത് വെച്ച് പഠിക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് പോലെ വരാം. ഡേറ്റ് ഓർത്ത് വെക്കുക, November 12, 2021 ലോഞ്ച് ചെയ്ത ഡേറ്റ് കേട്ടോ. എന്നാ ഡേറ്റ് വന്നിട്ടുള്ളത് November 12, 2021. November 12, 2021 ഡേറ്റ്. November 12, 2021 ഡേറ്റ് വന്നിട്ടുള്ളത്. സോ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം ഈ 3 വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ് ഫോർ ഡിസൈഡിങ് ഓൺ ദ അഡ്മിസിബിലിറ്റി ഓഫ് എ കംപ്ലൈന്റ് ബൈ ദ ഡിസ്ട്രിക്ട് കമ്മീഷൻ അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്, പിന്നെ വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഇവര് ഒരു കംപ്ലൈന്റ് നമ്മൾ കൊടുക്കുകയാണ്. കംപ്ലൈന്റ് നമ്മൾ കൊടുക്കുമ്പം ഡിസ്ട്രിക്ട് കമ്മീഷനാണ് നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്നത് അല്ലെ. ആദ്യത്തെ ഡിസ്ട്രിക്ട് കമ്മീഷൻ, രണ്ടാമത്തെ സ്റ്റേറ്റ് കമ്മീഷൻ, മൂന്നാമത്തെ നാഷണൽ കമ്മീഷൻ. ഇങ്ങനെ 3 ടയറോട് കൂടി 3 ടയർ ഗ്രീവൻസ് റീഡ്രസൽ മെക്കാനിസം ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലുള്ളത്. ഓക്കെ, 2019 ആക്ട് ആണെന്ന് പറഞ്ഞു. ആക്ട് 35 കേട്ടോ. ആക്ട് നമ്പർ 35 ഓഫ് 2019 എന്നാണ് അറിയപ്പെടുക കേട്ടോ. ഓക്കെ, ആക്ട് നമ്പർ 35 ഓഫ് 2019 എന്നാണ് അറിയപ്പെടുക. കെയിം ഇൻ ടു ഫോഴ്സ് ചെയ്ത ഡേറ്റ് എന്നാണ് July 20 കേട്ടോ. August 9 എനാക്ട് ചെയ്യുന്നതെങ്കിലും 2019 എനാക്ട് ചെയ്യുന്നുണ്ട് August 9. പക്ഷെ July 20, 2020 ശരിക്കും കെയിം ഇൻ ടു ഫോഴ്സ് വരുന്നത്. 2 ഡേറ്റും പഠിച്ചോളൂ. August 9, 2019 പഠിച്ചോളൂ. July 20, 2020 ഒന്ന് പഠിച്ചോളൂ. July 20 ഒരു ഫാൻസി നമ്പർ അല്ലേ, 20, 2020 ഇടയ്ക്ക് ജൂലൈ കേട്ടോ. അപ്പൊ അത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, 3 ഗ്രീവൻസ് മെക്കാനിസം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ഡിസ്ട്രിക്ട് കമ്മീഷൻ നമ്മളൊരു കംപ്ലൈന്റ് കൊടുത്താൽ ഈ കംപ്ലൈന്റ് എന്തു വേണം, സ്വീകരിക്കണം. അതാണ് ചോദിച്ചത്. അഡ്മിസിബിലിറ്റി ഓഫ് എ കംപ്ലൈന്റ് എത്ര ദിവസത്തിനകം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്, 21 days ആണ് ഉത്തരം വരിക കേട്ടോ. 21 ദിവസമാണ് വരിക. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ആക്ട് എയിംസ് ഫോർ ദ സ്പീഡി ഡിസ്പോസൽ ഓഫ് എ കൺസ്യൂമർ ഗ്രീവൻസ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അഡ്മിഷൻ ഓഫ് ദ കംപ്ലൈന്റ് ആണ് അല്ലെ. ഒരു കംപ്ലൈന്റ് അഡ്മിറ്റ് ചെയ്യണം ആദ്യം. അതിന് ഈ കൺസ്യൂമർ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു. അത് ഡിസ്ട്രിക്റ്റിലായാലും സ്റ്റേറ്റിൽ, ചിലപ്പോൾ ഇനി സ്റ്റേറ്റ് എന്ന് ചോദിച്ചു വന്നാലോ അപ്പോഴും 21 തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും നാഷണൽ കമ്മീഷനും അഡ്മിസിബിലിറ്റി 21 days ആണ് പറയുന്നത്. ഓക്കെ, ഇത് സ്പെസിഫൈ ചെയ്യുന്നത് അവരുടെ സെക്ഷൻ 36 പറയുന്നത്. സെക്ഷൻ 36 പറയുന്നുണ്ട് അഡ്മിസിബിളി സ്പീഡി ഒരു കംപ്ലൈന്റ് അഡ്മിസിബിലിറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 36 21 ഡേ പീരീഡിന്റെ ഉള്ളിലാണ്. ഇനി ഇവർ ഈ കംപ്ലൈന്റ് അഡ്മിസിബിൾ ചെയ്തില്ല എന്ന് വിചാരിച്ചാൽ ചെയ്തതായി കണക്കാക്കും എന്നാണ് പറഞ്ഞത്. ഡീംഡ് ടു ഹാവ് ബീൻ അഡ്മിറ്റഡ് എന്നാണ് പറയുക കേട്ടോ. സോ ആ ഒരു പോയിന്റ് കൂടി ഓർത്ത് വെക്കാണ് കേട്ടോ. കംപ്ലൈന്റ് മസ്റ്റ് ബി ഫയൽഡ് ബിഫോർ 2 years ഫ്രം ദ കോഴ്സ് ഓഫ് ആക്ഷൻ. കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടത് 2 years ഫ്രം ദ കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. പിന്നെ അപ്പീൽ പീരീഡ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊരു പ്രാവശ്യം. അപ്പോൾ ഡിസ്ട്രിക്റ്റിനാണെങ്കിൽ നമ്മൾ അപ്പീൽ കൊടുക്കുക സ്റ്റേറ്റിലേക്കാണല്ലോ, അവിടെ 45 പിന്നെ 30 ആണ് കേട്ടോ. അപ്പീൽ പീരീഡ് ചോദിച്ചാൽ 45, 30 എന്ന് പഠിക്കുക. സോ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 21 ദിവസം നമ്മൾ പഠിക്കുക, 45, 30 പഠിക്കുക. പിന്നെ അതുപോലെ ജൂറിസ്ട്രിക്ഷന്റെ ക്ലെയിം എമൗണ്ട് ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ എത്ര, 50 ലക്ഷം വരെ, അപ് ടു 50 lakh ആണ്. സ്റ്റേറ്റിലേക്ക് കടന്നാൽ 50 നിന്ന് 2 കോടി വരെയാണ് പറയുന്നത് കേട്ടോ. 2 കോടിക്ക് മുകളിലാണ് നാഷണൽ കമ്മീഷൻ ഡീൽ ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് അപ്പീൽ പോകുന്നത് എവിടേക്കാണ്, സുപ്രീം കോടതിയിലേക്കാണ് കേട്ടോ. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഒരു നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. അത് നമ്മളിവിടെ കൊടുത്തിട്ടില്ല. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വോയിസ് ഇടാം കേട്ടോ. ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം എങ്ങനെ ഒന്ന് പറയണമെങ്കിൽ ജസ്റ്റ് ഒന്ന്
മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. പറയാം. എ ഡോക്യുമെന്ററി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ചോദ്യമാണ്. ഒരു ഡോക്യുമെന്ററി ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർ ഡോക്യുമെന്റ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ ബില്ല്, അതുപോലെ വേർ ദ ഡോക്യുമെന്റ്സ് സച്ച് ആസ് ഇൻവോയ്സും ഇൻഷുറൻസും അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ വേർ ദ ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് ആർ അറ്റാച്ച്ഡ്. അപ്പോൾ അതാണ് വരിക കേട്ടോ. വേർ ദ ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ഗുഡ്സ് അറ്റാച്ച് ചെയ്തതാണ് എന്ത് പറയുന്നത്? ഡോക്യുമെന്ററി ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. വേർ ദ ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് ആർ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ദാറ്റ് ഹാസ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്, അതായത് ബിൽ ഓഫ് ലേഡിങ്ങോ റെയിൽവേ റെസിപ്റ്റോ വെയർ ഹൗസ് റെസിപ്റ്റോ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വരുന്നതാണ് ഡോക്യുമെന്ററി ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് RBI ഹാസ് ലോഞ്ച്ഡ് എ സെൻട്രലൈസ്ഡ് വെബ് പോർട്ടൽ ഫോർ മെമ്പേഴ്സ് ഓഫ് പബ്ലിക് ടു സെർച്ച് ദെയർ. അവരുടെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് തിരയാൻ വേണ്ടിയിട്ടുള്ള പോർട്ടലിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരുന്നു പോർട്ടൽ? ഉദ്ഗം ആയിരുന്നു കേട്ടോ. ആ പോർട്ടലിന്റെ പേര് ഉദ്ഗമാണ്. ഉദ്ഗമിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചോളൂ കേട്ടോ. ചിലപ്പോൾ ഇനി ചോദിച്ചാലോ. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ഗേറ്റ് വേ ടു ആക്സസ് ഇൻഫർമേഷൻ ആണ് ഉദ്ഗമിന്റെ ഫുൾ ഫോം കേട്ടോ. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ഗേറ്റ് വേ ടു ആക്സസ് ഇൻഫർമേഷൻ ആണ് ഉദ്ഗമിന്റെ ഫുൾ ഫോം വന്നിട്ടുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഈ സെൻട്രലൈസ്ഡ് വെബ് പോർട്ടലിന്റെ ഡേറ്റ് ഒന്ന് പഠിച്ചോളൂ. 2023 കേട്ടോ. ഓഗസ്റ്റ് 17, 2023 കേട്ടോ. ഓഗസ്റ്റ് 17, 2023 ഉദ്ഗം പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അടുത്തത്, അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 138 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, ആഫ്റ്റർ റിസീവിംഗ് നോട്ടീസ് ഫ്രം ദ ഹോൾഡർ ടു പേ ദ എമൗണ്ട് ഡിസോണേർഡ് ചെക്ക് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡ്രോയർ പേയ്മെന്റ് മാക്സിമം എത്ര ദിവസത്തിനകം അടയ്ക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. സെക്ഷൻ 138 എന്താ? സെക്ഷൻ 138 പറയുന്നത് നമ്മുടെ ചെക്ക് ബൗൺസ് ആവുന്ന കേസില്ലേ, അതാണ് കേട്ടോ. അപ്പൊ ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു നോട്ടീസ് കിട്ടും. നിങ്ങളുടെ ചെക്ക് ബൗൺസ് ആയി എന്നുകൊണ്ട് നമുക്കൊരു നോട്ടീസ് തരും. ആ നോട്ടീസ് തന്ന് നമ്മൾ എത്ര ദിവസത്തിനകം പേയ്മെന്റ് നടത്തണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എത്ര ദിവസത്തിനകം നമ്മൾ നടത്തണം എന്ന് വെച്ചാൽ 15 ദിവസത്തിനകം നമ്മൾ തിരിച്ചടവ് നടത്തണം. ആ എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ആ ചെക്ക് നമ്മൾ കൊടുത്തില്ലേ, വണ്ടി ചെക്ക് കൈവശം വെച്ച ആളുണ്ടല്ലോ, നമ്മളങ്ങനെ പറയില്ലേ, ചെക്ക് വണ്ടി ചെക്ക് കൊടുത്തു പറ്റിച്ചു എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അങ്ങനെ അയാൾ നമുക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യും. അപ്പൊ ആ സ്യൂട്ട് ഫയൽ ചെയ്യുന്നത് 15 ദിവസത്തിൽ നമുക്ക് ആദ്യം നോട്ടീസ് തരും. നോട്ടീസ് പീരീഡ് 30 days കഴിഞ്ഞ് 15 ദിവസത്തിനകം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇത് കൊടുക്കണം. അതാണ് കറക്റ്റ് ഒരു ഇത് സെക്ഷൻ 138 പറയുന്നത്. അതാ പറയുന്നത് ഇവിടെ കേട്ടോ. സെക്ഷൻ 138 പ്രകാരം നോട്ടീസ് കൈപ്പറ്റി, നോട്ടീസ് 30 ദിവസത്തെ സമയം 30 days നമുക്ക് നോട്ടീസ് കിട്ടണം. ആ നോട്ടീസ് കിട്ടിയിട്ട് 15 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോയർ ക്യാൻ മേക്ക് പേയ്മെന്റ് മാക്സിമം വിത്തിൻ 15 days ടു അവോയ്ഡ് ഫയലിംഗ് ഓഫ് സ്യൂട്ട് ബൈ ദ ഹോൾഡർ. ആ ഹോൾഡർ അല്ലെങ്കിൽ നമുക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? ലീഗലി നമുക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? ജയിലിൽ പോണ കേസാണ്, വകുപ്പ് ചുമത്താൻ പറ്റും. അപ്പൊ സെക്ഷൻ 138 പ്രകാരം ക്രിമിനൽ ഒഫൻസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ജയിലിൽ പോകുന്ന പറയുന്നത്. പണിഷബിൾ ബൈ 2 year ഇംപ്രിസൺമെന്റ്, അല്ലെങ്കിൽ ചെക്കിന്റെ തുക ട്വൈസ്, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും ഉണ്ടാവും. അത് ആ കേസിനനുസരിച്ചിട്ടാണ് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ സെക്ഷൻ 138 പ്രകാരമുള്ള ഡിസോണർ ആയി കഴിഞ്ഞാൽ ക്രിമിനൽ ഒഫൻസ് ആണെന്ന് ഓർക്കുക. പണിഷബിൾ ബൈ 2 year ഉണ്ട്, ഇംപ്രിസൺമെന്റ് ഉണ്ട്, ഫൈന് ട്വൈസ് ദ ചെക്ക്, എമൗണ്ട് ഓർ ബോത്ത്, രണ്ടും ഏതാണോ അതാവും കിട്ടുക. അടുത്തത്, ഇഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഈസ് ആക്സെപ്റ്റഡ് ആസ് എ സെക്യൂരിറ്റി ആയിട്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് വെച്ചിട്ടുള്ളത്, അത് ഏത് ടൈപ്പ് ഓഫ് ചാർജ് ഈസ് ക്രിയേറ്റഡ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആകുമ്പോൾ എന്തായിരിക്കും? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആകുമ്പം അത് മോർട്ട്ഗേജ് ആണ് കേട്ടോ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആകുമ്പം അത് മോർട്ട്ഗേജ് ആണ്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. മോർട്ട്ഗേജ് എന്തിന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചാർജാണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് മോർട്ട്ഗേജ് വരിക കേട്ടോ. മോർട്ട്ഗേജ് ഈസ് സ്പെസിഫിക്കലി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് എ ചാർജ് അഗെയിൻസ്റ്റ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. പിന്നെ അസൈൻമെന്റ് ആണ്. അസൈൻമെന്റ് ജനറലി ഓപ്ഷണബിൾ ക്ലെയിം ആയിരിക്കും. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് പോലെയുള്ള ഓപ്ഷണബിൾ ക്ലെയിംസ് ആണ്. ഓപ്ഷണബിൾ ക്ലെയിംസ് വരുമ്പോഴാണ് ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസീസും ബുക്ക് ഡെറ്റ്സ് ഒക്കെയാണ്. അത് ഇൻടാഞ്ചിബിൾ ആണ് അല്ലേ, പക്ഷെ അതിനാണ് അസൈൻമെന്റ് എന്ന് പറയാം. പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ മൂവബിൾ ഗുഡ്സ് ആയിരിക്കും. ഫിസിക്കൽ പൊസഷൻ ലെൻഡർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഗോൾഡ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നതൊക്കെ പ്ലഡ്ജിന് ഉദാഹരണമാണ്. ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൂവബിൾ അസറ്റിന്മേലുള്ളതാണ് കേട്ടോ. മൂവബിൾ ഗുഡ്സ് അല്ല, മൂവബിൾ അസറ്റ്, കാറ്, ഇൻവെന്ററി അങ്ങനെയൊക്കെ ഉള്ളതാണ് ഹൈപ്പോത്തിക്കേഷൻ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ക്വസ്റ്റ്യൻ എന്ന് വന്നതാണ് കേട്ടോ. അപ്പൊ 20 questions ആയി. 20 ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്
1080 കേട്ടോ. 1080 സ്പെഷ്യൽ ഗ്രേഡ് ആയിരുന്നു. അപ്പോൾ നോക്കാം. വെൻ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെൻ ഡസ് എ ലോൺ ക്ലാസിഫൈഡ് ആസ് എ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു? ഇൻ ദ കേസ് ഓഫ് ടേം ലോൺ വിത്ത് EMI അക്കോർഡിംഗ് ടു കറണ്ട് ബാങ്കിങ് നോംസ്. അപ്പോൾ നമ്മൾ NPA ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിലത്തെ കണ്ടീഷൻ മാത്രമേ നമ്മൾ ഓർക്കണ്ടൂ. ഇവിടെ പല പല ഓപ്ഷൻസും തന്നിട്ടുണ്ടാവും, നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് ഓപ്ഷൻ വായിച്ചു നോക്കാം. വെൻ ദ ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൾ ഈസ് നോട്ട് പെയ്ഡ് ഫോർ എ പീരിയഡ് എക്സീഡിങ് 60 days. 60 daysന്റെ ഒരു കളി NPA ഇല്ല. 120 daysന്റെ കളി അവിടെ ഇല്ല. അവിടെ ഉള്ളത് മൊത്തം 90 daysമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തന്നെ കിട്ടും 90 days ഓർ മോർ അല്ലേ? അതാണ് ഉത്തരം അല്ലെ? 90 days ഓർ മോർ വരുന്നതാണ് ഉത്തരം. പിന്നെ ബാക്കിയൊന്നും നമ്മൾ നോക്കണം. ഇനി ഇവിടെ ചോദിക്കാവുന്ന 3 നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. NPAയുടെ കൺസെപ്റ്റ് റെക്കമെൻഡ് ചെയ്ത് നരസിംഹം കമ്മിറ്റി 1 അതുപോലെ RBI ഈ 90 days ഓവർഡ്യൂ എന്നുള്ള നോമ കൊണ്ടുവന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 31, 2004 ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ RBI ഡിസൈഡഡ് ടു അഡോപ്റ്റ് ദ 90 days ഓവർഡ്യൂ നോം മാർച്ച് 31, 2004. പിന്നെ അതുപോലെയുള്ളതാണ് നമ്മുടെ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ആ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ടിൽ SMA 1 അതൊക്കെ നോക്കണം കേട്ടോ. ആ ഭാഗമൊക്കെ നോക്കണം. ആ ഭാഗം നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ടാണ് കേട്ടോ. ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. NPAയുടെ കൺസെപ്റ്റ് ഓഫ് NPA ഇൻട്രൊഡ്യൂസ് ചെയ്തത് RBI ആണ്. അതിൻ്റെ വർഷവും പഠിക്കണം. 2014 കേട്ടോ. സോ ഈ 3 പോയിന്റും ഇതിൻ്റെ കൂടെ അഡീഷൻ ആയിട്ട് നോക്കി വെക്കുക. NPA കൺസെപ്റ്റ് വന്നത് നരസിംഹം കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തതെന്നും RBI 90 ദിവസം ആയിരുന്നില്ല ആദ്യം, 90 ദിവസം ഓവർഡ്യൂ നോം എന്ന് കൊണ്ടുവന്നത് മാർച്ച് 31, 2004 SMAയുടെ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് RBI ആണ്. SMA എന്ന് വെച്ചാൽ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്. അതിൻ്റെ വർഷം 2014 ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് വന്നിട്ടുള്ളത് ആസ് പെർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അണ്ടർ ദ NA ആക്ട് 1881. ഏതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് നെഗോഷ്യബിൾ അല്ല. ഞാനൊരു FD ഇട്ടിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? നിങ്ങൾ ഉപയോഗിച്ചോ എന്ന് പറയാൻ പറ്റില്ല. കൊടുക്കാൻ ഷെയർ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെയാണ്. പക്ഷേ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അങ്ങനെയല്ല കേട്ടോ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതാണ് ഉത്തരം. ഇനി അടുത്തത് വന്നിട്ടുള്ളത് ഒരു അൺക്രോസ്ഡ് ബിയറർ ചെക്ക്. ക്രോസ് ചെയ്യാത്തൊരു ബിയറർ ചെക്ക് പ്രസന്റ് ചെയ്തു, ക്യാഷ് പേയ്മെന്റിന് വേണ്ടി പ്രസന്റ് ചെയ്തു. ബിയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ നോർമലി ഒന്നും എഴുതിയിട്ടൊന്നുമില്ല, ആരുടെ പേരിലൊന്നുമല്ല, സൈൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ എൻ്റെ ചെക്ക് ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ വേറെ എനിക്ക് വയ്യാത്ത കാരണം ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ മക്കളുടെ കയ്യിലോ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയക്കാം. ദ പ്രസൻറ്റർ റെഫ്യൂസസ് ടു സൈൻ. അപ്പം നമ്മളോട് പറയും, നിങ്ങൾ ഈ ചെക്കിൻ്റെ ബാക്കിൽ സൈൻ ചെയ്തു തരൂ എന്ന് പറയും അല്ലേ? ചില ആൾക്കാർ ഫോൺ നമ്പർ വരെ മേടിക്കും. അപ്പോൾ അതുപോലെ സൈൻ ചെയ്തു തരുമെന്ന് പറയും. എന്തായാലും നിർബന്ധമായിട്ട് നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും. അങ്ങനെ സൈൻ ചെയ്യാൻ പറഞ്ഞു. ദ പ്രസൻറ്റർ റിഫ്യൂസസ് ടു സൈൻ ഓൺ ദ റിവേഴ്സ് സൈഡ് ഓഫ് ദ ചെക്ക്. അയാൾ റിഫ്യൂസ് ചെയ്തു എന്ന് വെക്കുക. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് എന്താ ചെയ്യാം? ആസ്ക് ഫോർ സെപ്പറേറ്റ് റിസീപ്റ്റ് ആവശ്യപ്പെടുമോ? അതോ ഇനി പേയ്മെൻ്റ് ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റിഫ്യൂസ് ചെയ്യുമോ? അതോ വിത്തൗട്ട് സിഗ്നേച്ചർ കൊടുക്കുമോ, പേ ചെയ്യുമോ? നൺ ഓഫ് ദി എബവ്. ഇതിലൊന്നും അല്ലേ. എന്താണ് നമ്മുടെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് അക്നോളജ്മെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സ്ലിപ്പ് ഓഫ് പേപ്പറിൽ ഇങ്ങോട്ട് ഒപ്പിട്ട് മേടിക്കും. ബാക്കിലല്ലേ സൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൂ. ആ ഒരു അക്നോളജ്മെന്റിൽ പിന്നെ റിസീവ്ഡ് വിത്ത് എന്നുകൊണ്ട് തന്നെ ആളുടെ പേരും സാധനവും അവരതിൽ അറ്റാച്ച് ചെയ്ത് വെക്കും. അവർക്ക് ഡാറ്റ ഉണ്ടായാൽ പോരെ, അത് ബാക്കിൽ തന്നെ വേണമെന്ന് അവർക്കൊരു നിർബന്ധമില്ല. അതാണ് ബാങ്കിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. പേയ്മെന്റ് റിഫ്യൂസ് ചെയ്യാം എന്നൊരു വശം അവിടെ ഉണ്ട്, പക്ഷെ അവരത് ചെയ്യാറില്ല. അവരെന്താ ചെയ്യുക? ഒരു അക്നോളജ്മെന്റ് ഒരു പേപ്പറിൽ നമ്മളതിന് എഴുതി മേടിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ പേരും ഫോൺ നമ്പറും ഒപ്പിട്ടിട്ട് ഒരു പേപ്പർ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കും. അവർക്ക് അത്രയേ ആവശ്യമുള്ളൂ. ബാക്കിൽ തന്നെ സൈൻ ചെയ്തില്ലെങ്കിൽ എമൗണ്ട് കിട്ടില്ല എന്നൊന്നുമില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് അതാണ് അൺക്രോസ്ഡ് ബെയറർ ചെക്ക് ആണെങ്കിൽ ക്യാഷ് പേയ്മെന്റിന് വേണ്ടി വന്നാൽ ഇയാളെ ഞാൻ ബാക്കിൽ ഒപ്പിട്ട് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ചെയ്യുന്നതാണ് ഒരു സെപ്പറേറ്റ് അക്നോളജ്മെന്റ് എഴുതി വാങ്ങിക്കുക നമ്മുടെ കയ്യിൽ നിന്ന് കേട്ടോ. ഓക്കെ, അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് എ പേയിങ് ബാങ്കർ. പേയിങ് എ ക്രോസ്ഡ് ചെക്ക് ഇൻ ഡ്യൂ കോഴ്സ് ഈസ് ഡെൽറ്റ് വിത്ത്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് എ പേയിങ് ബാങ്കർ വന്ന പ്രൊട്ടക്ഷൻ ഓഫ് എ പേയിങ് ബാങ്കർ സെക്ഷനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ.
പേയിങ് എ ക്രോസ്ഡ് ചെക്ക് ഇൻ ഡ്യൂ കോഴ്സ് ഈസ് ഡെൽറ്റ് വിത്താ ചോദിച്ചിട്ടുള്ളത്. സെക്ഷൻ 10 എന്താണ്, സെക്ഷൻ 128 ഏതാണെന്നൊക്കെ നമുക്ക് നോക്കണം കേട്ടോ. നമുക്ക് എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാറ്റിനും സെക്ഷൻ മാത്രം ഒന്ന് ഓടിച്ചു പറഞ്ഞു പോവാട്ടോ. ഓക്കെ, സെക്ഷൻ 10 എന്താണ്? സെക്ഷൻ 10 കൊടുത്തിട്ടുണ്ട്, 128 കൊടുത്തിട്ടുണ്ട്, 85 കൊടുത്തിട്ടുണ്ട്, 131 കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 131 സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു കളക്ടിംഗ് ബാങ്കർ ആണ് കേട്ടോ. സെക്ഷൻ 131 എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു കളക്ടിംഗ് ബാങ്കർ ആണ് 131 ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് 131 അല്ല അല്ലേ? 131 സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു കളക്ടിംഗ് ബാങ്കർ ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സെക്ഷൻ 85 എന്താണ്? സെക്ഷൻ 85 ചെക്ക് പേയബിൾ ടു ഓർഡർ ആണ്. ചെക്ക് പേയബിൾ ടു ഓർഡർ, അതാണ് സെക്ഷൻ 85. സെക്ഷൻ 85 എന്താണ്? ചെക്ക് പേയബിൾ ടു ഓർഡർ ആണ്. സെക്ഷൻ 131 എന്താണ്? 131 സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു കളക്ടിംഗ് ബാങ്കർ ആണ്. സെക്ഷൻ 10 എന്താണ്? സെക്ഷൻ 10 നമ്മുടെ പേയ്മെന്റ് ഡ്യൂ കോഴ്സ് അല്ലേ? അപ്പോൾ ഉത്തരമായിട്ട് വരിക ഏതാണ്? സെക്ഷൻ 128 ആണ് ഉത്തരമായിട്ട് വരിക. സെക്ഷൻ 128 എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് പേയിങ് ബാങ്കർ. പേയിങ് എ ക്രോസ്ഡ് ചെക്ക് ഇൻ ഡ്യൂ കോഴ്സ് ആണ് കേട്ടോ. ഡ്യൂ കോഴ്സിൽ ക്രോസ് ചെയ്ത ചെക്ക് പേ ചെയ്താൽ കിട്ടാവുന്ന, പേയിങ് ബാങ്കർക്ക് കിട്ടാവുന്ന പ്രൊട്ടക്ഷൻ ആണ് എന്ത്? സെക്ഷൻ 128 പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്ഷൻ 85 എന്താണ്? ചെക്ക് പേയബിൾ ടു ഓർഡർ ആണ്. സെക്ഷൻ 131 എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു കളക്ടിംഗ് ബാങ്കർ ആണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സെക്ഷൻ 10 എന്താണ്? പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തതും. റിട്ടേൺ ഓഫ് ചെക്ക് ഡ്യൂ ടു ഇൻസഫീഷ്യൻസി ഓഫ് ഫണ്ട്. ഇൻസഫീഷ്യൻസി കാരണം, ഫണ്ടിന്റെ ഇൻസഫീഷ്യൻസി കാരണം ഒരു ചെക്ക് മടങ്ങി, റിട്ടേൺ ആയി കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു ക്രിമിനൽ ഒഫൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതെന്താന്ന് ചോദിച്ചു, ഏത് സെക്ഷൻ പ്രകാരമാണ് അത് നമ്മൾ പറഞ്ഞു. ഏതാ പറഞ്ഞത്? 138 അല്ലേ പറഞ്ഞത്? ഇപ്പൊ സെക്ഷൻ 138 നമ്മൾ പറഞ്ഞതാണെന്ത്? ചെക്ക് ബൗൺസ് ആവുന്ന കേസ് സെക്ഷൻ 138 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 132 ചോദിച്ചിട്ടുണ്ട്. 132 സെറ്റ് ഓഫ് ബില്ലാണ് കേട്ടോ. സെക്ഷൻ 132 എന്താണ്? സെറ്റ് ഓഫ് ബില്ലാണ് സെക്ഷൻ 132. അത് ചോദിച്ചു കണ്ടിട്ടില്ല, കണ്ടപ്പോൾ എടുത്തു എന്ന് മാത്രം കേട്ടോ. 142 ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം 142 ഒരു എന്താ പറയുക, കുറ്റത്തിൻ്റെ കൊഗ്നൈസൻസ് ഒഫൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കുറ്റത്തിൻ്റെ വ്യാപ്തി നിർണ്ണയിക്കുക, അങ്ങനെയൊക്കെ പറയുന്നതാണ് ഈ 142 എന്ന് പറഞ്ഞാൽ. അത് 138 ചെക്ക് ബൗൺസ് ആയാൽ ഉണ്ടാവുന്ന ഒരു കേസിന്റെ വ്യാപ്തി നിർണ്ണയിക്കൽ, ഒഫൻസ് നിർണ്ണയിക്കൽ, അതാണ് പറയണത് കേട്ടോ. അപ്പോൾ ഈ കംപ്ലൈൻറ്റന്റ് ഒരു മാസത്തിനകം, ഈ ആക്ഷൻ നടന്ന ഒരു മാസത്തിനകം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ ഫസ്റ്റ് ക്ലാസ് ആക്ഷൻ നടന്ന് ഒരു മാസത്തിനകം എന്ത് ചെയ്യണം? നോട്ടീസ് കൊടുക്കണം. അതിനുശേഷം 15 ദിവസത്തിനകം ഇയാൾ അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ്സിനോ എന്ത് ചെയ്യാൻ പറ്റും? പരാതി ഫയൽ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സെക്ഷൻ 138 ആണ്. സെക്ഷൻ 138 എന്താണ്? റിട്ടേൺ ഓഫ് ചെക്ക് ഡ്യൂ ടു ഇൻസഫീഷ്യൻസി ഓഫ് ഫണ്ട് ആണ് കേട്ടോ. ഈസ് ഡീംഡ് ഒരു ക്രിമിനൽ ഒഫൻസ് ആണെന്ന് പറയുന്നതാണ് സെക്ഷൻ 138. 26th question. Dash is a 11-digit alphanumeric code assigned to each branch which serves as its electronic address for sending money. ആൽഫാന്യൂമറിക് കോഡാണ്. 11 ഡിജിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. 11 ഡിജിറ്റുള്ള ആൽഫാന്യൂമറിക് കോഡാണ്. ഓരോ ബ്രാഞ്ചിനും അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഇലക്ട്രോണിക് അഡ്രസ്സ്. അതായത് മണി സെൻഡ് ചെയ്യുമ്പം ഓരോ ബ്രാഞ്ചസിനുമുള്ള ഒരു ഇലക്ട്രോണിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ന്യൂമറിക് കോഡ്, ആൽഫാന്യൂമറിക് കോഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം അതേതാണ്? IFSC കോഡാണ് അല്ലേ? അപ്പം IFSC കോഡും അതുപോലെ MICR ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പം IFSC കോഡാണ് ഇവിടെ. 11 ഡിജിറ്റ് എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. 11 ഡിജിറ്റ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇവിടെ 11 ഡിജിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ അത് എന്ത് തരം കോഡാണെന്ന് ഓർത്തിരിക്കണം. ആൽഫാ ന്യൂമറിക് കോഡാണ് എന്നും കൂടി ഓർത്തിരിക്കണം. അപ്പം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇടയ്ക്ക് ഫുൾ ഫോം ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നോക്കിയിരിക്കണം. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 11 ഡിജിറ്റുള്ള ആൽഫ ന്യൂമറിക് കോഡാണ്. അതിൽ 4 എണ്ണം, ആദ്യത്തെ 4 ആൽഫയാണ് കേട്ടോ. ആദ്യത്തെ 4 എണ്ണം ആൽഫയാണ്. ആ ആൽഫ പിന്നെ
അത് ബാങ്കിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ 5ാമത് വരുന്നത് 0 6ാമത് ലാസ്റ്റ് 6 അതായത് 11 എന്ന് പറയുമ്പോൾ ആദ്യത്തെ 4 ആൽഫയാണ്, അത് ബാങ്കിനെ സൂചിപ്പിക്കുന്നു. 5ാമത്തെ 0 വരുന്നു. അതായത് പിന്നീട് എന്തെങ്കിലും ചേർക്കണമെങ്കിലാണ് ഈ 0 കൊടുത്തിട്ടുള്ളത്. അവിടെ പിന്നീട് വല്ല ഫ്യൂച്ചർ പർപ്പസിന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ വേണ്ടിയിട്ടാണ് 0 കൊടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് 6 നമ്പർ എന്ന് പറഞ്ഞാൽ അത് ന്യൂമറിക് ആണ് കേട്ടോ, ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആണ്. അത് ബ്രാഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്നുള്ള ആ ഒരു ഫുൾ ഫോമും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ അത് ഈ NEFTയിലും RTGSലും ഒക്കെ ബാങ്ക് ബ്രാഞ്ചസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം അവർ തിരിച്ചറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു IFSC കോഡ് കേട്ടോ. സോ അതൊന്ന് നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് IFSC കോഡ്. അതുപോലെ തന്നെയാണ് MICRും. MICR 9 ഡിജിറ്റാണ്, പക്ഷെ അവിടെ ന്യൂമറിക് കോഡാണ് കേട്ടോ. ന്യൂമറിക് കോഡാണ് എന്താ MICR എന്ന് പറഞ്ഞപ്പം ന്യൂമറിക് കോഡ് കണ്ടു കഴിഞ്ഞാൽ MICR ആണെന്നും ആൽഫ ന്യൂമറിക് കോഡ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് IFSC ആണെന്നും ഓർത്തിരിക്കുക. അപ്പോൾ MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ ആണ്. അത് ചോദിച്ചിട്ടില്ല, നമ്മളിവിടെ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ MICR കോഡും 9 ഡിജിറ്റ് ആണെന്നും അതൊരു ന്യൂമറിക് കോഡാണെന്നും ഓർത്ത് വയ്ക്കുക. അത് സിറ്റി ബാങ്ക് ബ്രാഞ്ച് എന്ന് പറഞ്ഞ ഓർഡറിലാണ് കിടക്കുന്നത്, 333 എന്ന് പറഞ്ഞിട്ട് അല്ലേ. സിറ്റി ബാങ്ക് ബ്രാഞ്ച്, ആദ്യത്തെ 3 സിറ്റി, പിന്നെ ബാങ്ക്, പിന്നെ ബ്രാഞ്ച്, അങ്ങനെ 9 ഡിജിറ്റാണ് ഉള്ളത്. സോ അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതേപോലെ ഈ യൂണീക്ക് ട്രാൻസാക്ഷൻ റെഫറൻസ് കോഡ് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, UTR എന്ന് പറഞ്ഞ കോഡ് അല്ലേ. അപ്പോൾ UTR എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ചുമ്മാ ഒന്ന് പറഞ്ഞു. യൂണീക്ക് ട്രാൻസാക്ഷൻ റെഫറൻസ് കോഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ RTGS ട്രാൻസാക്ഷൻ നടത്തുമല്ലോ. അപ്പോൾ RTGS ട്രാൻസാക്ഷൻ നടത്തുമ്പം അത് ട്രാക്ക് ചെയ്യാനുള്ളൊരു കോഡാണ് ഈ UTR കോഡ് എന്ന് പറഞ്ഞാൽ. അതാണ് യൂണീക്ക് ട്രാൻസാക്ഷൻ റെഫറൻസ് കോഡ് കേട്ടോ. അതിന് 22 ഡിജിറ്റാണുള്ളത്. ചോദിച്ചു കണ്ടിട്ടില്ല UTR, പക്ഷെ അറിയില്ല ചോദിക്കുമെന്ന്. അപ്പം യൂണീക്ക് ട്രാൻസാക്ഷൻ റെഫറൻസ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് ഈ RTGS ട്രാൻസാക്ഷൻസിലുള്ള ഒരു ട്രാക്ക് ചെയ്യാനുള്ളൊരു കോഡാണ്. RTGS പോകുമ്പം അതിനെ ട്രാക്ക് ചെയ്യാനുള്ളൊരു കോഡാണ് UTR എന്നുള്ളത്. അതിന് 22 ഡിജിറ്റാണ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മളെ NEFT ചെയ്യുമ്പം, അത് RTGSന്റെ കേസിലാണ് പറഞ്ഞത്, NEFT ചെയ്യുമ്പം ഇതേപോലെ എന്തുണ്ട്, ഒരു ഡിവൈസ് ഇതുപോലെ മാനേജ് ചെയ്യാനുള്ള ഡിവൈസ് ഉണ്ട്. അതാണ് SFMS എന്ന് പറയൂ കേട്ടോ. SFMS അതായത് സ്ട്രക്ചേർഡ് ഫിനാൻസിങ് ആൻഡ് മെസ്സേജിങ് സൊല്യൂഷൻസ് എന്നാണ് അത് പറയുക. അതിന് 16 ഡിജിറ്റാണുള്ളത് കേട്ടോ. അതിന് 16 ഡിജിറ്റാണുള്ളത്. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പം ഓപ്ഷൻസിലുള്ള അങ്ങനത്തെ കാര്യങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. അടുത്തത് വന്നിട്ടുള്ളത് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമാണ്. അത് ഹാസ് ബീൻ ക്രിയേറ്റഡ് ബൈ ദ RBI ടു അഡ്രസ് ദ കസ്റ്റമർ കംപ്ലൈൻറ്റ്സ് എഗെയിൻസ്റ്റ് ബാങ്ക്. ബാങ്കിനെതിരെ വരുന്ന കംപ്ലൈൻറ്റ്സ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ RBI എന്ത് തുടങ്ങിയത്, ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ തുടങ്ങിയത്. ഹവർ ഇൻ സർട്ടൻ കേസസ്, എങ്ങനെയൊക്കെ ഇരുന്നാലും ചില സർട്ടൻ കേസസിൽ ദേ റിജക്ട് ദ കംപ്ലൈൻറ്റ് വേർ ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ദ കംപ്ലൈൻറ്റ് ഈസ്. ചിലപ്പോൾ ഈ കംപ്ലൈൻറ്റ് റിജക്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരും. അത് ഏത് സാഹചര്യമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. അണ്ടർ കൺസിഡറേഷൻ ഓഫ് എനി അതർ കോർട്ട്, ഏതെങ്കിലും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് വീണ്ടും എന്ത് വന്നിട്ടുള്ളത്, ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമിലേക്ക് വന്നതെങ്കിൽ ആ കോടതി ഓൾറെഡി ഒരു വിധി പറയും അല്ലേ. അപ്പോൾ പിന്നെ ഇനി അതിന്മേൽ കയറിയിട്ട് ഇവർ കളിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്യും കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അണ്ടർ കൺസിഡറേഷൻ ഓഫ് എനി അതർ കോർട്ടിലിരിക്കുന്ന കാര്യത്തിന് മേൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഒരു ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാൻ പാടില്ല. ആ കോടതിയുടെ വിധിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ കോടതിയുടെ വിധി നമ്മൾ ആദ്യം കേൾക്കാനുള്ള ഒരു സമയപരിധി കൊടുക്കണം. ഇനി ഓഫ് വെക്സാഷ്യസ് നേച്ചറിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഈ വെക്സാഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തമായ കാരണങ്ങളില്ലാതെ മറ്റൊരാളെ നമ്മൾ പ്രയാസപ്പെടുത്താനോ ശല്യം ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് കോടതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ പറയില്ലേ ഇത് റോങ് കേസാണ്, അങ്ങനത്തെ കേസുകളിലെയാണ് പറയുന്നത് വെക്സാഷ്യസ് കേട്ടോ. അപ്പോൾ ആ തരത്തിൽ നേച്ചറാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവുകയാണെങ്കിലും അവരെന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും കേട്ടോ. അതുപോലെ റെപ്രസെൻറ്റഡ് ബൈ ആൻ അഡ്വക്കേറ്റ്, ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അഡ്വക്കേറ്റിനെ കൊണ്ടുവരാം. എപ്പോൾ അഡ്വക്കേറ്റാണ് ഒരു അഗ്രീവ്ഡ് പേഴ്സൺ എങ്കിൽ അയാൾക്ക് മൂവ് ചെയ്യാം. അയാളിപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആണെന്ന് വെച്ചിട്ട് അയാൾ അഗ്രീവ്ഡ് പേഴ്സൺ അല്ല, ആവാതിരിക്കാൻ ആവില്ല. അപ്പോൾ അയാൾക്കാണ് ഡയറക്റ്റായിട്ട് അയാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം,
ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാനെ സമീപിക്കാം. അയാൾ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിലല്ല, അയാൾ ആസ് ആൻ അഗ്രീവ്ഡ് പേഴ്സൺ എന്നുള്ള നിലയിൽ അയാൾക്ക് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. അല്ലാതെ ഒരു അഡ്വക്കേറ്റിനെ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു ഓതറൈസ്ഡ് പേഴ്സണെ വെക്കാം എന്ന് പറയുന്നുണ്ട്. ഈ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമിൽ പറയുന്നുണ്ട് എന്ത്, കംപ്ലൈൻറ്റൻറ്റിന് വേണമെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ വെക്കാം. ഓക്കെ, പക്ഷേ അതൊരു അഡ്വക്കേറ്റ് ആവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അഡ്വക്കേറ്റിലൂടെ മൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതൊരു ലീഗൽ പ്രാക്ടീഷണർ അല്ലാത്ത ഏതെങ്കിലും നിങ്ങളുടെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്, ഫ്രണ്ട് ആവാം, ഫാമിലി മെമ്പർ ആവാം, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിനെ നിങ്ങൾക്ക് നിയമിച്ച് അതിലൂടെ വേണമെങ്കിൽ, നിങ്ങൾക്ക് പറ്റില്ല എന്ന് വെച്ചാൽ അയാളെ പറഞ്ഞയക്കാം നിങ്ങൾക്ക് പകരം. പക്ഷെ അതൊരു ലീഗൽ പ്രാക്ടീഷണർ ആവാൻ പാടില്ല എന്നൊരു കേസും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള കേസസൊക്കെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഓൾ ഓഫ് ദി എബവ് ആണ് ഉത്തരം വരിക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് നന്നായി ആ കണ്ടന്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് വെക്സേഷ്യസ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ്റെ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അടുത്തത് KYC ഗൈഡ് ലൈൻസ് ആർ ഹാവ് ബീൻ ഫ്രെയിംഡ് ഓൺ റെക്കമെൻഡേഷൻസ് ആസ് പെർ ഗൈഡ് ലൈൻസ് ഓഫ് KYC ഗൈഡ് ലൈൻസ്. ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കുന്നത് KYCക്ക് ഗൈഡ് ലൈൻസ് നോ യുവർ കസ്റ്റമർ അല്ലേ, അതിന് ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് അതോറിറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ശരിക്കും ഫ്രെയിം ചെയ്തത്? സ്റ്റാർട്ടിങ്ങിൽ FATF ആണ് കേട്ടോ. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ് ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ആദ്യം പുറപ്പെടുവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് മുമ്പേ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് പഠിച്ചു വെക്കുക. 1989 പാരീസ് ആസ്ഥാനമാക്കിയിട്ടുള്ള ഗ്ലോബൽ സ്റ്റാൻഡേർഡ്, അതായത് കോമ്പാക്റ്റിംഗ് മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ്ങിനെതിരെ അതിനുള്ളൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് എന്ത്, FATF എന്ന് പറഞ്ഞ കേട്ടോ. അപ്പം അതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നാണെന്നും അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1989 പാരീസ് ആണ് അതിൻ്റെ ആസ്ഥാനമെന്നും പഠിക്കുക ആദ്യം. അപ്പോൾ അത് ഇറ്റ്സ് എ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഫോർ കോമ്പാക്റ്റിംഗ് മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ്. കള്ളപ്പണം ഉണ്ടാക്കുന്നതിനെതിരെയും അതുപോലെ ടെററിസ്റ്റുകൾ ഫിനാൻസ് ചെയ്യുന്നതിനെതിരെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം അതിൻ്റെ കറണ്ട് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? എലീസയാണ് കേട്ടോ. എലീസ ഡി ആൻഡ മെഡ്രോസോ ആണ്, മെക്സിക്കോകാരിയാണ് ആളാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ പ്രസിഡന്റ്. എന്ന് ചോദിക്കാൻ വഴിയില്ല, ചുമ്മാ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. കറൻ്റ്ലി ഇപ്പോൾ 40 മെമ്പേഴ്സാണ് ഉള്ളത്. അപ്പം നമ്മുടെ ഇന്ത്യ എന്ന് അംഗമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ 34ാമത്തെ അംഗമായിട്ട് ജൂൺ 25, 2010 ഒരു ഫുൾ ടൈം മെമ്പർ ആവുന്നത് കേട്ടോ. അതിന് മുമ്പേ ഇന്ത്യ അംഗമായിരുന്നു, പക്ഷെ അത് ഫുൾ ടൈം ആയിരുന്നില്ല കേട്ടോ. 2004 വരെയൊക്കെ ഇന്ത്യ സ്ഥിരാംഗമൊന്നും ആയിരുന്നില്ല. 2004ലും 2006 ഉണ്ടായിരുന്നു, പക്ഷെ 2010 തൊട്ടിട്ടാണ് ഫുൾ ടൈം മെമ്പർ. അപ്പോൾ ആ ഒരു വർഷം ഒന്ന് പഠിച്ചു വെക്കുക, ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടില്ല വെച്ചാൽ ഒന്ന് ഓർത്തു വയ്ക്കുക. FATF എന്നാണ് വന്നത്, 1989 വന്നത്. പാരീസാണ് ആസ്ഥാനമായിട്ടുള്ളത്. ഗ്ലോബൽ സ്റ്റാൻഡേർഡ് പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് എന്തിനെതിരെ? ഈ ഒരു മണി ലോണ്ടറിങ്ങും ടെററിസ്റ്റ് ഫിനാൻസിങ്ങിനും. അതാണ് അവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ കറണ്ട് പ്രസിഡന്റാണ് എലീസ എന്നോർക്കുക, ആള് മെക്സിക്കോകാരിയാണെന്ന് ഓർക്കുക. പിന്നെ FATFൽ ഇപ്പം കറൻ്റ്ലി 40 മെമ്പേഴ്സാണ് ഉള്ളത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ചോദിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇന്ത്യ ഒഫീഷ്യലി മെമ്പറായത്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലെ മെമ്പറായത് നമ്മൾ പറഞ്ഞു ജൂൺ 25, 2010 പറഞ്ഞു. 34ാമത്തെ മെമ്പറായിട്ടാണ് ഇന്ത്യ വന്നത് കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. G7 സമ്മിറ്റ് പാരീസിൽ നടക്കുമ്പോഴാണ് ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടക്കുന്നത് കേട്ടോ. G7 സമ്മിറ്റിൽ വെച്ചിട്ടാണ് പാരീസിൽ 1989 ഈ ഒരു FATF രൂപീകൃതമാകുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള, അപ്പോൾ നമ്മളുടെ ആൻസർ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ് KYC ഗൈഡ് ലൈൻസ് ഫ്രെയിം ചെയ്ത് കേട്ടോ. റെക്കമെൻഡേഷൻസ് ആസ് പെർ ദ ഗൈഡ് ലൈൻസ് ഓഫ് FATF ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് കനോട്ട് ബി ആണ്. സോ അതൊന്ന് നോട്ട് ചെയ്യുക. അറ്റാച്ച്ഡ് അണ്ടർ ഗാർണിഷ് ഓർഡർ. ഗാർണിഷ് ഓർഡറിൽ അറ്റാച്ച് ചെയ്യാൻ പാടില്ലാത്തതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗാർണിഷ് ഓർഡറിൽ എന്തെടുക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞു. ഫണ്ട്സ് റിസീവ്ഡ് ഇൻ ദ അക്കൗണ്ട് ആഫ്റ്റർ റിസീപ്റ്റ് ഓഫ് ഗാർണിഷ് ഓർഡർ. ഒരു ഗാർണിഷ് ഓർഡർ കിട്ടി, അതായത് ഇപ്പം ഇന്ന് ഒരു 11 മണിക്ക് ഗാർണിഷ് ഓർഡർ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഗാർണിഷ് ഓർഡർ കിട്ടി, ഫണ്ട്സ് റിസീവ്ഡ് ഇൻ ദ അക്കൗണ്ട് ആഫ്റ്റർ റിസീപ്റ്റ് ഓഫ് ഗാർണിഷ് ഓർഡർ. ഗാർണിഷ് ഓർഡർ കിട്ടുന്നതിന് മുൻപാണ് ഫണ്ടുകളാണ് ഗാർണിഷിയിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്. ആഫ്റ്റർ ആണെങ്കിൽ എന്താണ്, അത് കാൺ ബി അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അതിനുശേഷം 1 ലക്ഷം ക്രെഡിറ്റ് ആയാൽ അതിന്മേൽ പ്രയോഗിക്കാൻ പാടില്ല. ഗാർണിഷ് ആ ഒരു സമയം, അതായത് എപ്പോഴാണോ ആ ഗാർണിഷ് ഓർഡർ സ്വീകരിക്കുന്നത് ആ സമയം വരെയുള്ള എമൗണ്ട് ആണ് അതിന് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന പരിധി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുപോലെ ജോയിന്റ് നെയിമിലാണെന്ന് വിചാരിക്കുക. അക്കൗണ്ട് ഇൻ ജോയിന്റ് നെയിം വിത്ത് ജഡ്ജ്മെന്റ് ഡെറ്ററും ആയിട്ടുള്ള ജോയിന്റ് അക്കൗണ്ടുകളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുപോലെ ഒരു ചെക്ക് ഉണ്ടായിരുന്നു, ആ ചെക്ക് കളക്ഷൻ അയച്ചിരിക്കുകയാണ്, കളക്ഷൻ സെൻഡ് ഫോർ കളക്ഷൻ ആണ്. അപ്പോൾ അതെന്തായാലും കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് അതും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെയും അറ്റാച്ച് ചെയ്ത് പിടിച്ചു വെക്കാൻ പറ്റില്ല, സെൻഡ് ഫോർ കളക്ഷൻ ആണ്. അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കേസസിലെല്ലാം കാൺ ബി അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അറ്റാച്ച് ചെയ്യാൻ ഒരുവിധ നിർവാഹവും ഇല്ല, കൊടുത്തേ പറ്റുള്ളൂ. അല്ല, അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ചെക്ക് പിന്നെ കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ ജോയിന്റ് അക്കൗണ്ടിലാണെങ്കിൽ, ജോയിന്റ് നെയിമിലാണെങ്കിൽ, ജഡ്ജ്മെന്റ് ലെറ്റർക്ക് അതിൽ വേറെ ആരെങ്കിലും കൂട്ടിയുള്ള ജോയിന്റ് നെയിം ആണെങ്കിലും അതൊന്നും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫണ്ട് റിസീവ്ഡ് ഇൻ ദ അക്കൗണ്ട് ആഫ്റ്റർ റിസീപ്റ്റ് ഓഫ് ഗാർണിഷ് ഓർഡർ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഫണ്ട് റിസീവ് ചെയ്യുന്നത് അക്കൗണ്ട് ആഫ്റ്റർ റിസീപ്റ്റ് ഓഫ് ഗാർണിഷ് ഓർഡറിന് ശേഷം ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ പഠിച്ചു വയ്ക്കുക. ആ ഫണ്ട് റിസീവ്ഡ് ഇൻ ദ അക്കൗണ്ട് ആഫ്റ്റർ റിസീപ്റ്റ് ഓഫ് ഗാർണിഷ് ഓർഡർ, അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ ഓൾ ഓഫ് ദി അബവ് ആണ് ഇവിടെ ഉത്തരം വരിക കേട്ടോ. നെക്സ്റ്റ് നോക്കാം. 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഫസൽ ബീമ യോജന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിക്കുന്നതാണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫസൽ ബീമ യോജനയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ വർഷമാവാം, അല്ലെങ്കിൽ ഫസൽ എന്നതാണ് നേരത്തെ ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഏകദേശം ട്രെൻഡ് മനസ്സിലാവും. അപ്പോൾ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ഇംപ്ലിമെന്റ് ചെയ്ത് ഏത് മിനിസ്ട്രി ആണെന്നാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഏത് മിനിസ്ട്രിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആണ് ആര് ഡീൽ ചെയ്യുന്നത്, കൃഷിയുമായി ബന്ധപ്പെട്ട യോജനയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഫാർമേഴ്സ് വെൽഫെയർ ആണ് ഉത്തരം എന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത ഡേറ്റ് 18 ഫെബ്രുവരി 2016 ആണ്. ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം ഖാരിഫിലാണ്. ആദ്യമായിട്ട് 2016 ഖാരിഫ് വിളകൾക്കാണ് ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കുന്നത് കേട്ടോ. അതായത് വിള ഇൻഷുറൻസ് ആണല്ലോ ഇത്, വിള ഇൻഷുറൻസ് പദ്ധതിയാണിത്, യോജനയാണിത്. അതുകൊണ്ട് തന്നെ ആദ്യം കൊടുക്കുന്നത് ഖാരിഫിനായിരുന്നു. 2016 ഇന്ത്യ ഒട്ടാകെ ഇതങ്ങനെ പ്രാബല്യത്തിൽ വന്നു. അന്ന് പ്രീമിയം കൊടുത്തിരുന്നത് ഖാരിഫിന് 2% എന്ന് ചോദിച്ചിട്ടില്ല, റാബിക്ക് 1.5%, അതുപോലെ ഹോർട്ടിക്കൾച്ചറിന് 5% കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഓർക്കാൻ പറ്റണവർ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. യൂണിഫോം പ്രീമിയം റേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഖാരിഫിന് 2%, റാബിക്ക് 1.5%, 5% ഹോർട്ടിക്കൾച്ചർ അതായത് പച്ചക്കറികൾക്കാണ് 5% കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് എന്തായാലും മറക്കരുത്. 2016 വർഷവും ഫെബ്രുവരി 18 ഡേറ്റും ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്തത് നമ്മുടെ RTGSൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് RTGS? RTGS എന്താണ്? അപ്പോൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. RTGS system allows transfer of fund across banks on a nearly instantaneous basis ട്ടോ. അപ്പം RTGS എങ്ങനെയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് മണി ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് പറയണത് അല്ലേ? അത് ശരിയല്ലേ? അതെ. RTGS സിസ്റ്റം ഈസ് പ്രൈമർലി മീൻ ഫോർ ലാർജ് വാല്യൂ ട്രാൻസാക്ഷൻസ്. RTGS കണ്ടക്ട് ചെയ്യുന്നത് ലാർജ് വാല്യൂ ട്രാൻസാക്ഷൻസ് ആണെന്ന് പറഞ്ഞാൽ ശരിയാണോ? അതെ അല്ലേ? RTGSൻ്റെ മിനിമം എമൗണ്ട് തുടങ്ങുന്നത് തന്നെ 2 ലക്ഷമാണ്. മിനിമം എമൗണ്ട് RTGS 2 ലക്ഷമാണ്. നമ്മുടെ NEFT പോലെയല്ല അല്ലെ. NEFT നമുക്ക് ചെറിയ എമൗണ്ടും ചെയ്യാം. പക്ഷേ RTGS ലാർജ് വാല്യൂ ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ഓരോ സെൻറ്റൻസും ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അങ്ങനെ നോക്കി പഠിക്കുക കേട്ടോ. ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് എൻവയോൺമെൻറ്റ് where payment instructions are processed on a continuous or real-time basis and settled on a gross basis or individual basis without netting the debit against credit. അതായത് വിത്തൗട്ട് നെറ്റിംഗ് ആണ്.
ഇൻഡിവിജ്വൽ ബേസിസ്, സെറ്റിൽഡ് ഓൺ ഒരു ഗ്രോസ് ലെവലിലാണ് ഇത് ബേസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഗ്രോസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഗ്രോസ് സെറ്റിൽമെന്റ് എന്നാണ് പറയുക. ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസ് ടു ബി സെറ്റിൽഡ് ഇൻഡിപെൻഡൻ്റ്ലി എന്നാണ് പറയുക. അതായത് ഈ RTGS ബേസ് ചെയ്യുന്നത് ഗ്രോസ് സെറ്റിൽമെന്റ് ആണ്, ഒരുമിച്ചാണ് സെറ്റിൽ ചെയ്യുന്നത്, ഒരുമിച്ചാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരുമിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ആയിട്ടാണ് സെറ്റിൽ ചെയ്യുന്നതെന്ന് ഓർക്കുക. പക്ഷെ ബാച്ചസ് ആയിട്ടല്ല. ബാച്ച് പറയുന്നത് എന്താണ്? ബാച്ച് പറയുന്നത് നമ്മുടെ NEFT ആണ് കേട്ടോ. NEFT ആണ് ബാച്ച് പറയുക. അവിടെയാണ് നെറ്റ് സെറ്റിൽമെന്റ് എന്ന് പറയുക. ഇവിടെ ഗ്രോസ് സെറ്റിൽമെന്റ് എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ക്ലസ്റ്ററിങ് നടക്കുന്നില്ല അവിടെ. ബാച്ച് ബൈ ബാച്ച് എന്ന് പറയുമ്പം ഓരോ ബാച്ചായിട്ടാണ്. അരമണിക്കൂറിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ അവിടെ പിടിച്ചു വെച്ചിട്ട് അരമണിക്കൂറിൽ വരുന്ന ബാച്ചസ് ആയിട്ട് അങ്ങ് വിടുക ചെയ്യാം. എവിടെ? നമ്മുടെ NEFTയിൽ. അതുകൊണ്ടാണ് അത് കുറച്ചും കൂടി ചിലവ് കുറവാണെന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി ചിലവ് കൂടുതലാണ്. കാരണം ഇതൊരു ക്ലസ്റ്ററിങ് ഒന്നുമില്ല, വിത്തൗട്ട് ക്ലസ്റ്ററിങ് ആണ്. ക്ലസ്റ്ററിങ് ഇല്ല വിത്ത് അനദർ ട്രാൻസാക്ഷൻ, മറ്റൊരു ട്രാൻസാക്ഷനായിട്ട് ക്ലസ്റ്ററിങ് ഇല്ലാതെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഗ്രോസ് സെറ്റിൽമെന്റ് ആണ്. ഇൻഡിവിജ്വൽ ബേസിസ് ആണ്, ഇൻഡിവിജ്വൽ ബേസിസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇൻഡിപെൻഡൻ്റ്ലി എന്ന് വേണമെങ്കിൽ പറയാം. ഇൻസ്റ്റൻ്റ്ലി റിയൽ ടൈം ഇൻഡിപെൻഡൻ്റ്ലി ആണ് ഓരോ ട്രാൻസാക്ഷനെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഗ്രോസ് സെറ്റിൽമെന്റ് ആണെന്ന് ഓർക്കുക. ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസ് ടു ബി സെറ്റിൽഡ് ഇൻഡിപെൻഡൻ്റ്ലി ആണെന്ന് ഓർക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ RTGSൽ പഠിക്കേണ്ട കാര്യം എന്താണ്? ഇതൊരു ഗ്രോസ് സെറ്റിൽമെന്റ് ആണെന്നും ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ടു ബി സെറ്റിൽഡ് ഇൻഡിപെൻഡൻ്റ്ലി ആണെന്നും. എന്നാൽ 1-to-1 ബേസിസ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ അവിടെ വിത്തൗട്ട് ക്ലസ്റ്ററിങ് ആണ്. ഒരു കൂട്ട് അവിയൽ പരുവല്ല, ക്ലസ്റ്ററിങ് ആണ്. ക്ലസ്റ്ററിങ് ഇല്ലാതെ അനദർ ട്രാൻസാക്ഷൻസിനുമായി ഒരു ബന്ധവും ഇല്ലാതെ ഒരുമിച്ച് പോവുകയാണ്. 2 ലക്ഷമാണ് മിനിമം എമൗണ്ട് പറയുന്നത്. മാക്സിമം എമൗണ്ട് പറയുന്നുണ്ടോ? മാക്സിമം എമൗണ്ട് പറയുന്നില്ല. ലോഞ്ച് ചെയ്ത ഡേറ്റ് പഠിക്കണം. 2004 ലോഞ്ച് ചെയ്തത് കേട്ടോ. ഓക്കെ. അപ്പം ഇതൊക്കെ IFSC കോഡും അക്കൗണ്ട് നമ്പറും എമൗണ്ട് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇത് അയക്കുന്നത് കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. RTGSും NEFT ഒക്കെ അയക്കാൻ അറിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ 26 മാർച്ചിലാണ് കേട്ടോ. മാർച്ച് 26, 2004 ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ സർവീസ് പ്രൊവൈഡർ ആരാണ്? നമ്മുടെ RBIയുടെ ഒരു അണ്ടറിൽ വരുന്നതാണിത്. അപ്പോൾ RBIയുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. റിയൽ ടൈം പേയ്മെൻറ്റ് സിസ്റ്റമാണ്. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. കോസ്റ്റ് എങ്ങനെയാണ്? കോസ്റ്റ് ഹയർ ആണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് അത്. RTGSന്റെ കോസ്റ്റ് ഹയർ ആണ്. പക്ഷെ NEFTയുടെ കോസ്റ്റ് RTGSനെ അപേക്ഷിച്ച് നോക്കുമ്പം എന്താണ്? കുറച്ച് കുറവാണ് കേട്ടോ. പിന്നെ UTR നമ്മൾ പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ UTR പറഞ്ഞിട്ടുള്ളത്. UTR ഇവരെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള RTGS ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്യാനാണ് UTR ഉപയോഗിക്കുന്നത്. UTRന്റെ ഡിജിറ്റ് നമ്മൾ പറഞ്ഞില്ലേ, 22 ഡിജിറ്റ് പറഞ്ഞു കേട്ടോ. മറ്റോട് നമ്മൾ SFMS പറഞ്ഞു. അത് എത്ര ഡിജിറ്റ് ആയിരുന്നു? അത് 16 ഡിജിറ്റ് ആയിരുന്നു കേട്ടോ. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ RTGS മാർച്ച് 26, 2004 1-to-1 ബേസിസ് ആണ്. വിത്തൗട്ട് ക്ലസ്റ്ററിങ് ആണ്. മിനിമം 2 ലക്ഷമാണ്. മാക്സിമം എമൗണ്ട് പറയുന്നില്ല. ഹയർ ദാൻ ആണ് കോസ്റ്റ് അല്ലേ. NEFTനെ അപേക്ഷിച്ച് RTGSന് കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ഫെയിൽഡ് RTGS പേയ്മെൻറ്റ്സ് റിട്ടേൺ ചെയ്യും എന്ന് പറഞ്ഞു. നമ്മൾ ഒരു RTGS പേയ്മെൻറ്റ് നടത്തി, പക്ഷെ അത് ഫെയിലായി എന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഇന്റേണൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അത് ഫെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 1 അവറിനുള്ളിൽ, ചിലതിൽ ½ an hour എന്ന് പറയുന്നുണ്ട്, ചിലതിൽ 1 hour എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ആ ഒരു ബേസിൽ ½ to 1 hour ആ ഒരു ടൈം ഗ്യാപ്പ് പഠിച്ചു വെക്കുക, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 1 അവറിനുള്ളിൽ എന്ത് ചെയ്യും? അത് റിട്ടേൺ ചെയ്യും കേട്ടോ. ഈ ഫെയിൽഡ് പേയ്മെൻറ്റിന് കൺസേൺ ബാങ്ക് കോമ്പൻസേഷൻ കൊടുക്കണം. റിപ്പോ റേറ്റ് പ്ലസ് 2% ആണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത് കേട്ടോ. ഡിലേ വന്നു കഴിഞ്ഞാലത്തെ കാര്യമാണ് പറഞ്ഞത്. അത് ഇപ്പോൾ ഒരു 1 അവറിനുള്ളിൽ അക്കൗണ്ട് കയറിയില്ല എന്ന് വെച്ചാൽ ഡിലേ വന്നു കഴിഞ്ഞാൽ, റിട്ടേണിങ്ങിന് ഡിലേ വന്നു കഴിഞ്ഞാൽ കൺസേൺഡ് ബാങ്കാണ് കൊടുക്കുന്നത് ലയബിൾ ടു പേ കോമ്പൻസേഷൻ അറ്റ് റിപ്പോ റേറ്റ് പ്ലസ് 2% കൊടുക്കണം. സോ അതൊന്ന് നോട്ട് ചെയ്തോളൂ. നല്ല പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. MMID ചോദിച്ചിട്ടുണ്ട്. മൊബൈൽ ബാങ്കിങ് സ്റ്റാൻഡ്സ് ഫോർ. MMID എന്താണ്? മൊബൈൽ മണി ഐഡൻറ്റിഫയർ ആണ് MMID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. മൊബൈൽ മണി ഐഡൻറ്റിഫയർ ആണ് MMID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ MMID 7 ഡിജിറ്റ് യൂണീക്ക് കോഡാണ്. ഇത് മൊബൈൽ നമ്പർ വെച്ചിട്ട് ട്രാൻസ്ഫർ ഫണ്ട് ഇൻസ്റ്റൻ്റ്ലി, പെട്ടെന്ന് തന്നെ മൊബൈൽ നമ്പർ വെച്ചിട്ടാണത് ഫണ്ട് കൈമാറ്റം നടക്കുന്നത് കേട്ടോ.
അതായത് ഫുൾ അക്കൗണ്ട് നമ്പേഴ്സും IFSC കോഡും ഒന്നും വേണ്ട. ഒരു മൊബൈൽ നമ്പർ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതിൽ മൊബൈൽ മണി ഐഡൻറ്റിഫയറിൽ പോകുന്നത്. 7 ഡിജിറ്റ് യൂണീക്ക് കോഡ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ട് ഒരാൾക്ക്, ഒരേ ബാങ്കിൻ്റെ ഒന്നിലേറെ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ശരിക്കും അത് ഓരോ MMID വ്യത്യാസം വേണം. സെപ്പറേറ്റ് 7 ഡിജിറ്റ് MMID ഈസ് ഇഷ്യൂഡ് ഫോർ ഈച്ച് അക്കൗണ്ട്. ഓരോ അക്കൗണ്ടിനാണ് ഒരു നമ്പർ അവർ അലോട്ട് ചെയ്യുന്നത്, ബാങ്കിനല്ല, ഓരോ അക്കൗണ്ടിനുമാണ് ഓരോ നമ്പർ അലോട്ട് ചെയ്യുന്നത്. ആ നമ്പറാണ് ഇപ്പോൾ പറഞ്ഞത് ഈ MMID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ എനിക്കൊരു 2 അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ 2 അക്കൗണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള MMIDs ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ. ഇഫ് യു ഹാവ് എ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് വിത്ത് ദ സെയിം ബാങ്ക്, ഒരേ ബാങ്കിൽ നിങ്ങൾക്ക് ഒന്നിലേറെ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഓരോ അക്കൗണ്ടിനും എന്തുണ്ടായിരിക്കും? MMID ഉണ്ടായിരിക്കും കേട്ടോ. സോ MMIDയുടെ 7 ഡിജിറ്റ് ആണെന്ന് ഓർക്കുക. ഫുൾ ഫോം ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മീഡിയം. ഡെഫിനിഷൻ ഓഫ് മീഡിയം എൻ്റർപ്രൈസസ് എവിടെയാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. അപ്പം മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം അറിയുന്നതാണ് നിങ്ങൾക്ക്. അതിന് ആക്ട് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ആക്ട് ഉണ്ട് കേട്ടോ. ആ ആക്ടിൻ്റെ ഉള്ളിലാണല്ലോ എല്ലാറ്റിനെ കുറിച്ചും നറേറ്റ് ചെയ്യുക. അപ്പം അതുകൊണ്ട് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഡെവലപ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞ ആക്ടിൻ്റെ ഉള്ളിലാണ് എന്ന് ഓർക്കുക. ഡെഫിനിഷൻ, മീഡിയം എൻ്റർപ്രൈസസിനെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻ എവിടെയാണ് പറയുന്നത്? മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഡെവലപ്മെൻറ്റ് ആക്ട് ആണ്. വർഷം കൂടി പഠിച്ചോളൂ, 2006 കേട്ടോ. എനാക്ട് ചെയ്യുന്നത് ഒക്ടോബർ 2, 2006. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ചോദിച്ചിട്ടില്ല, ചിലപ്പോൾ ചോദിച്ചാലോ. ഒക്ടോബർ 2, 2006 കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ അതിപ്പം ഇത് വന്ന കാരണം MSME വന്ന കാരണം പറഞ്ഞു എന്നേ ഉള്ളൂ. മുദ്രാ യോജന ലോഞ്ച് ചെയ്തത് ഏപ്രിൽ 2015, ഏപ്രിൽ 8, 2015 നമ്മുടെ PMMY. അപ്പം അതിൻ്റെ ശിശു ആ നിരക്കൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. ശിശു എന്ന് വെച്ചാൽ അപ് ടു 50,000 ആണ്. കിഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 50,000 അപ് ടു 5 lakh വരെയാണ്. തരുൺ എന്ന് പറഞ്ഞാൽ 5 to 10 പിന്നെ തരുൺ പ്ലസ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് 10 to 20 കേട്ടോ. സോ ആ ഒരു ബാർ ചിലപ്പോൾ ചോദിച്ചാലോ, തരുൺ പ്ലസ് ഒക്കെ ചിലപ്പോൾ പുതിയത് ചിലപ്പോൾ ചോദിച്ചാലോ 10 lakh to 20 lakh കേട്ടോ. അപ്പോൾ നമ്മൾ PDF കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്ന് റീഡ് ചെയ്ത് നന്നായി പഠിക്കുക, അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിന് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മാത്രം പെറുക്കിയെടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി പറയാം. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഡെവലപ്മെൻറ്റിൻ്റെ ആക്ട് വന്നിട്ടുള്ളത് 2006. അതിലാണ് മീഡിയം എൻ്റർപ്രൈസസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. അത് എനാക്ട് ചെയ്തത് ഒക്ടോബർ 2. ഒക്ടോബർ 2 ഓർക്കാൻ എളുപ്പമാണ്, 2006 കൂടി കൂടെ ഓർക്കുക. 2, 2006 ഓർക്കാൻ എളുപ്പമാണ്. 2, 10, 2006 ആണല്ലോ. അപ്പോൾ PMMY അതിൻ്റെ കൂടെ നിന്ന് പറഞ്ഞു എന്നുള്ളൂ. അവരുടെ ഡേറ്റ് വന്നിട്ടുള്ള ഏപ്രിൽ 2015, ഏപ്രിൽ 8 കേട്ടോ, 2015. ശിശുവിൽ പറയുന്നത് അപ് ടു 50,000 ആണ്. പിന്നെ കിഷോറാണ്. ശിശു വലുതായി കിഷോറായി. കിഷോറാകുമ്പം കിഷോറായി. കിഷോർ 50 to 5 പിന്നെ കിഷോർ തരുണായി. തരുൺ 5 to 10 ആലോചിക്കുക കേട്ടോ. കിഷോർ തരുണായി 5 to 10. തരുൺ പ്ലസ് ആവുമ്പം 10 to 20 ആവും കേട്ടോ. ഓക്കെ, അടുത്തത് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മളെ റെഗുലേറ്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ RBI ആണ് അല്ലേ. അപ്പോൾ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ആക്ട് റെഗുലേറ്റ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ RBI ആണ്, നമുക്കറിയാം. അപ്പോൾ ആ സിസ്റ്റത്തെ ആ ഒരു ആക്റ്റുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിന് ഒരു ആക്ട് ഉണ്ടല്ലോ. റെഗുലേറ്റ് ചെയ്യുന്നത് സൂപ്പർവൈസ് ചെയ്യുന്നതും ഈ ആക്ട് പ്രകാരമാണ്. അപ്പോൾ അത് 2007 ആക്ട് വരുന്നത്. ആക്ട് നമ്പർ 51 കേട്ടോ. ആക്ട് നമ്പർ 51 of 2007 എന്നാണ് അറിയപ്പെടുക. അതിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത് പക്ഷേ 2007 എനാക്ട് ചെയ്തെങ്കിലും 2008 അതിൽ നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആക്ടിന് 2008 എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. സോ 2008 ഇത് എഫക്റ്റീവ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഇതിനുണ്ട്. 2008 അറിയപ്പെടുന്നത് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗവും കൂടി ഈ ആക്ടിനുണ്ട്. സോ അതെല്ലാം ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ആക്ട് ആണെങ്കിൽ 2007, പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് റെഗുലേഷൻസ് ആണെങ്കിൽ 2008. ഇത് മറ്റത് വന്നു ഡിസംബർ 20 വന്നു, പക്ഷേ കെയിം ഇൻ ടു ഫോഴ്സ് ആവുന്നത് ഓഗസ്റ്റ് 12, 2008 കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് NEFT തന്നെയാണ്. NEFT നമ്മൾ പറഞ്ഞതാണ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ അല്ല. NEFT അല്ല, നമ്മൾ RTGS ആണ് പറഞ്ഞത്. NEFT നമുക്കൊന്ന് പറയാം.
അപ്പോൾ NEFTയിലെ ട്രാൻസാക്ഷൻസ് നമ്മൾ പറഞ്ഞു ഹവർലി ബാച്ചസ് ആയിട്ടാണ് പോകുന്നത് എന്ന് NEFTയിൽ നമ്മൾ പറഞ്ഞു. ഹവർലി ബാച്ചസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉത്തരം എന്താണ്? ഹവർലി ബാച്ചസ് ആണ് ഇവിടെ പോകുന്നത് കേട്ടോ. ഹവർലി ബാച്ചസ് ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. മിനിമം എമൗണ്ട് ₹1 തൊട്ട് അയക്കാം, മാക്സിമം എമൗണ്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ലോഞ്ച് ചെയ്ത ഡേറ്റ് ഒന്ന് പഠിച്ചോളൂ കേട്ടോ. നവംബർ 2005 ലോഞ്ച് ചെയ്തത്, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 2005 എന്തോ ലോഞ്ച് ചെയ്തത്, നമ്മുടെ NEFT ലോഞ്ച് ചെയ്തത്. മറ്റേത് 2004 മാർച്ച് 26 2004 കഴിഞ്ഞ് 2005 ഇവർ ലോഞ്ചിങ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നെറ്റ് സെറ്റിൽമെൻ്റ് ആണെന്ന് പറഞ്ഞു നമ്മൾ. ഡെഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. ഡെഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. ഇങ്ങനെ വരുന്നതനുസരിച്ചിട്ട് കൂട്ടി വയ്ക്കുന്നു, പിന്നെ അടയ്ക്കുന്നു, കൂട്ടി വയ്ക്കുന്നു, അടയ്ക്കുന്നു, അങ്ങനെ. യൂസ്ഡ് ഫോർ സ്മോൾ ട്രാൻസാക്ഷൻസിനാണ് പറഞ്ഞു. മറ്റൊരു നമ്മൾ പറഞ്ഞു ലാർജ് ട്രാൻസാക്ഷൻസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ സറഫ് കമ്മിറ്റി ഇതുമായി കണക്ട് ചെയ്യേണ്ട കമ്മിറ്റിയാണ് സറഫ് കമ്മിറ്റി കേട്ടോ. സറഫ് കമ്മിറ്റി റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ബാച്ച് ബൈ ബാച്ച് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ബാച്ച് ബൈ ബാച്ച് ആയിട്ടാണ് പോകുന്നത്. മാക്സിമം എമൗണ്ട് ഉണ്ടോ? മാക്സിമം എമൗണ്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല. മിനിമം എമൗണ്ട് ₹1 പറയുന്നത്. അവിടെ അതായത് RTGS നമ്മൾ ഗ്രോസ് സെറ്റിൽമെൻറ്റ് പറയുമ്പം NEFT നമ്മൾ നെറ്റ് സെറ്റിൽമെൻ്റ് ആണ് പറയുന്നത്. നെറ്റ് സെറ്റിൽമെൻ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ബാച്ച് ടു ബാച്ച് ആണെന്ന് പ്രത്യേകം ഓർക്കുക. ഇവിടെ നമ്മൾ SFMS പറഞ്ഞായിരുന്നു, സ്ട്രക്ചേർഡ് ഫിനാൻസിങ് മെസ്സേജിങ് സൊല്യൂഷൻസ് നോക്കിയിട്ടാണ് മാനേജ് ചെയ്യുന്നത്, ട്രാക്ക് ചെയ്യാനുള്ള ഡിവൈസ്. 16 ഡിജിറ്റാണ് ആ കോഡിനുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത് കുറച്ചും കൂടി, അതായത് RTGSനെ നോക്കുമ്പം ഇത് കുറച്ചും കൂടി ചിലവ് കുറവാണ്, ലോവറാണ്. കാരണം ഇത്രയൊന്ന് വെയിറ്റ് ചെയ്തിട്ടാണല്ലോ അത് പിടിക്കുന്നത്. അപ്പോൾ ഡെഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. മറ്റത് റിയൽ ടൈം പേയ്മെൻറ്റ് സിസ്റ്റമാണ് കേട്ടോ. ഏത്? RTGS. അപ്പോൾ അതൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും കൂടി പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് CRR. ഈ ഭാഗം കുറച്ച് റേറ്റുകളുടെ ഭാഗമാണ് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തിൽ 40 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഒന്നാം ഭാഗത്തിൽ കേട്ടോ. ഇനി അടുത്ത 2ാം ഭാഗം വരും, അതിൽ 40 ക്വസ്റ്റ്യനും കൂടി ആയാൽ നമ്മളെ ഫെബ്രുവരിയിലെ ബാങ്കിങ് PYQ 4 പ്രധാനപ്പെട്ട 3 ജൂനിയർ ക്ലർക്കും 1 അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് കഴിഞ്ഞത്. അപ്പോൾ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാങ്കിങ്ങിൽ 80 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഈ 40ഉം ഇതിൽ ഇവിടെ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പറേ കവർ ആവുള്ളൂ. ഇനി 2 ക്വസ്റ്റ്യൻ പേപ്പർ കൂടി കവർ ആവാണ്ടാവും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം കേട്ടോ. പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, പഠിക്കുകയും വേണം കേട്ടോ കൂടെ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ക്യാഷ് റിസർവ് റേഷ്യോ, CRRൻ്റെ നോക്കാം. അപ്പോൾ CRR എന്താണെന്നാണ്? ദ റേറ്റ് അറ്റ് വിച്ച് ബാങ്ക്സ് ലെൻഡ് ടു ഈച്ച് അതർ. പരസ്പരം കൊടുക്കുന്ന റേറ്റ് ആണോ CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആണോ? പരസ്പരം കൊടുക്കുന്നതാണോ? അല്ല. ദ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി ബാങ്ക്സ് കീപ്പ് വിത്ത് RBI ഇൻ ക്യാഷ്. ആ ഒരു വാക്ക് നിങ്ങൾ ആലോചിക്കണം. ഇൻ ക്യാഷ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. സോ ചില പോയിന്റുകൾ നമ്മൾ വിട്ടുപോകും. നമ്മൾ പഠിക്കും, പക്ഷെ ചില പോയിന്റ് നമുക്ക് അങ്ങ് കയറില്ല. അപ്പം നമുക്ക് ആ മാർക്ക് അങ്ങ് പോകും. അതാ പറഞ്ഞു, ഇൻ ക്യാഷ് ആണ് കേട്ടോ. അപ്പം അതാണ് ഇവിടെ എന്ത് ഉത്തരമായിട്ട് വരിക, ഇൻ ക്യാഷ്. ഓക്കെ, അതാണ് ഇൻ ക്യാഷ്. അപ്പോൾ ഇൻ ക്യാഷ് എന്ന് പഠിക്കണം, കാരണം പറയാൻ വേറെയും വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇൻ ക്യാഷ് എന്ന് പ്രത്യേകം പറയുന്നത്. CRR ഇൻ ക്യാഷ് ആണ്. ഓക്കെ, ഇനി ദ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻസ് ടു ബാങ്ക് എഗെയിൻസ്റ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് കൊടുക്കുന്നതാണോ? അല്ല. ഉത്തരം നമ്മൾ മാർക്ക് ചെയ്തു. മിനിമം റിസർവ്സ് ബാങ്ക് മസ്റ്റ് ഹോൾഡ് ഇൻ ലിക്വിഡ് അസറ്റ് ഗോൾഡ്. അതൊന്നും അല്ല, അത് വേറെയാണ്. SLR ആണ് അങ്ങനെ വരിക. അപ്പോൾ ഇവിടെ വരണത് CRR എന്ന് പറയുമ്പോൾ പഠിക്കേണ്ടത് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റി കണക്ക് കൂട്ടിയിട്ട് RBIയിൽ ക്യാഷിൽ കൊണ്ടുവയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയാം. CRR എല്ലാ വീക്കിലും കാൽക്കുലേറ്റ് ചെയ്യണം. ബാങ്ക്സ് നിർബന്ധമായിട്ടും അവരുടെ ആവറേജ് ഡെയിലി ബാലൻസ് നോക്കിയിട്ടാണ് ക്യാഷ് റിസർവ്. ഫോർട്ട്നൈറ്റ്ലിക്കാണ് നോക്കുക, 14 ദിവസം കൂടുമ്പോഴാണ് നോക്കുക. ഈ എല്ലാ വീക്കും നോക്കും. ബാങ്ക്സ് മസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് ആവറേജ് ഡെയിലി ബാലൻസിൽ ക്യാഷ് റിസർവ് ഫോർട്ട്നൈറ്റ്ലിക്കാണ് നോക്കുക. ഓക്കെ, അപ്പോൾ ആവറേജ് ഡെയിലി ബാലൻസ് ആണ് കേട്ടോ. ആവറേജ് ഡെയിലി ബാലൻസ് ആണ് നോക്കുക. CRR ഡൺ ഇൻ എവറി വീക്ക് നോക്കും കേട്ടോ. ഓക്കെ, ഫോർട്ട്നൈറ്റിലേക്ക് നോക്കി പോകും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു 4% 4% അല്ല കേട്ടോ, CRR 3%. ഇവിടെ ഫോർ എക്സാമ്പിൾ ആണ് പറയുന്നത്. 4% ബാങ്കിന് ഒരു 100 കോടി ആവറേജ് ഡെപ്പോസിറ്റ് ഉണ്ട് ഒരു വീക്കിലെന്ന് വിചാരിക്കുക. ഒരു വീക്കിലാണ് കേട്ടോ, ഒരു വീക്കിലേക്കാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു വീക്കിലേക്ക് 100 കോടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ 4% ഡെപ്പോസിറ്റ് വെച്ചിട്ട് 4 കോടി എന്ത് ചെയ്യണം? മിനിമം ബാലൻസ്
ഇവിടെ RBIയിൽ ആവറേജ് 14 ഡേയ്സിലേക്ക് ആവറേജ് 4 കോടി മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് മസ്റ്റ് മെയിൻറ്റെയിൻ എ മിനിമം ബാലൻസ് ഓഫ് ₹4 crore ഡെയിലി വിത്ത് RBI ഓൺ ആവറേജ് ഫോർ 14 ഡേയ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇത് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സമയത്ത് ഇത് ഫോൾസ് ആവുകയാണെങ്കിൽ, ഇതിൽ താഴെ ആവുകയാണെങ്കിൽ പീനൽ എന്തെങ്കിലുമൊക്കെ പെനാലിറ്റി RBI ചുമത്തും എന്നും ആലോചിക്കുക. RBI വെറുതെ വിടില്ല, പെനാലിറ്റി ചുമത്തും എന്ന് ആലോചിക്കുക. ഇത് റിപ്പീറ്റഡ് എവറി ഫോർട്ട് നൈറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആഴ്ചയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യും, പിന്നെ ഫോർട്ട് നൈറ്റ് ആകുമ്പോൾ കൊണ്ടുവയ്ക്കും. അങ്ങനെ ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് എവറി ഫോർട്ട് നൈറ്റ്. CRR ഡയറക്റ്റ്ലി അതുകൊണ്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് മണി സപ്ലൈനെ. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് കുറേ എടുത്ത് ലോൺ കൊടുക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. ഇവർക്ക് ലോൺ കൊടുക്കണതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ കൊണ്ടുവയ്പ്പിക്കുന്നത്. ക്യാഷിൽ തന്നെ കൊണ്ടുവയ്പ്പിക്കുന്നത് RBI. കിട്ടണത് 100 കോടിയിൽ 50 കോടി 80 കോടി എടുത്ത് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ തകരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റേറ്റുകൾ ജസ്റ്റ് പഠിക്കാം. ഇപ്പോഴത്തെ പ്രസൻറ്റ് റേറ്റുകളാണ്. ഏപ്രിൽ വന്നിട്ടുള്ള റേറ്റ്, ഏപ്രിൽ വരെയുള്ള റേറ്റുകളാണ് കേട്ടോ. 3% SLR 18. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, പോളിസി റേറ്റുകൾ എന്നറിയപ്പെടുന്നത് റിപ്പോയും റിവേഴ്സ് റിപ്പോയും MSFR ഒക്കെയാണ് കേട്ടോ. ബാങ്ക് റേറ്റ് ഒക്കെയാണ്. മറ്റതിന് നമുക്ക് പലിശയൊന്നും കിട്ടുന്നില്ല. നമ്മളിപ്പോൾ CRR ബാങ്കിൽ കൊണ്ടുവച്ചോ അല്ലെ RBIയിൽ കൊണ്ടുവച്ച് വെച്ചിട്ട് RBI നിങ്ങൾ കൊണ്ടുവച്ചല്ലേ, നിങ്ങൾക്ക് ഞങ്ങൾ പലിശ തരാമെന്ന് പറഞ്ഞ് പലിശയൊന്നും തരില്ല. അത് മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവയ്ക്കേണ്ടതാണ്. ബാങ്കിൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവയ്ക്കേണ്ടത്. അതുകൊണ്ട് അതിന് RBI എന്ത് തരില്ല, നമുക്ക് ഇൻട്രസ്റ്റ് തരില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് തരുന്ന റേറ്റുകളാണ് ഈ പോളിസി റേറ്റുകൾ എന്നറിയപ്പെടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് CRR ഒരു പോളിസി റേറ്റ് അല്ല എന്ന് ഓർത്ത് വയ്ക്കുക. SLRും CRRനെയും കൺസിഡർ ചെയ്യുന്നത് പോളിസി റേറ്റ് ആയിട്ടല്ല, അതൊരു മോണിറ്ററി റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ബേസിന് വേണ്ടിയിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആ രീതിക്ക് പഠിക്കാം. പോളിസി റേറ്റുകൾ എന്ന് പറയുന്നത് റിപ്പോ റേറ്റ് 5.25 പോളിസി റേറ്റ് ആണ്. റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35 ആണ്. ബാങ്ക് റേറ്റ് 5.50 ആണ്. MSFR മറന്നുപോയിട്ട് MSFRൻ്റെ റേറ്റ് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബാങ്ക് SLR മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം. ബാങ്ക്സ് ടു മെയിൻറ്റെയിൻ SLR ഇൻ വിച്ച് ഫോം, ഏത് ഫോമിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ ക്യാഷ് എന്ന് ഞാൻ പറയാൻ കാരണം അവിടെ ഇൻ ക്യാഷ് ആണെന്നും ഇവിടെ ആസ് ഗോൾഡ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓർ ക്യാഷ്, ഇവിടെ അങ്ങനെയാണ്. കാരണം SLR മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ 3 രീതിക്കുമാണ് എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കണം കേട്ടോ. SLR മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആസ് ഗോൾഡ് ആവാം, ആസ് ഗവൺമെൻറ് സെക്യൂരിറ്റി ആവാം, ഓർ ക്യാഷ് ആവാം. ഇതിൽ 3ലും ഏതുമാകാം. പക്ഷെ മറ്റോടത്ത് ആസ് ക്യാഷ് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടോ വെച്ചാൽ വേണം, ഇൻട്രസ്റ്റ് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് RBIയിൽ കൊണ്ടുവയ്ക്കേണ്ട, ഇവർക്ക് തന്നെ വേണമെങ്കിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ അവർക്ക് വിശ്വാസ്യതയുള്ള എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഗോൾഡിലും ഗവൺമെൻറ് സെക്യൂരിറ്റീസിലൊക്കെ ഇൻട്രസ്റ്റ് നിക്ഷേപിക്കുന്നത് കാരണം അവർക്ക് ബെനിഫിറ്റ് ഇൻട്രസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ബാങ്കിന് തിരിച്ചടവുണ്ട്, നിങ്ങളുടെ എന്തെങ്കിലും കിട്ടും, മറ്റേതുപോലെയല്ല. അതാണ് പറയുന്നത് കേട്ടോ. സോ ഇൻട്രസ്റ്റ് ഏണിങ്ങിലാണ് ഈ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്ന് പറയാം. ഇനി എന്താണ് റിപ്പോ റേറ്റ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. റിപ്പോ റേറ്റ് എന്താണെന്നുള്ള ഓപ്ഷൻസ് നമ്മൾ വായിച്ചു നോക്കാം ഓരോന്നായിട്ട് കേട്ടോ. റേറ്റ് അറ്റ് വിച്ച് RBI ബോറോ ഫ്രം ബാങ്കുകളിൽ നിന്ന് RBI വാങ്ങുന്നതാണോ? റേറ്റ് ചാർജ്ഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ലോണിന് ചാർജ് ചെയ്യുന്നതാണോ? റേറ്റ് അറ്റ് വിച്ച് RBI ലെൻസ് ടു ബാങ്ക്സ് ഫോർ ഷോർട്ട് ടേം ലിക്വിഡിറ്റി നീഡ്സിന് വേണ്ടി കൊടുക്കുന്നതാണോ? അതെ, റിപ്പോ റേറ്റ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് ലിക്വിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ബാങ്കിന് കൊടുക്കുന്ന RBI അങ്ങോട്ട് കൊടുക്കുന്നതാണ് എന്ത്? റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻസ് ടു ബാങ്ക്സ് ഫോർ ഷോർട്ട് ടേം ലിക്വിഡിറ്റി നീഡ്സ്, ചെറിയ ഹ്രസ്വകാലത്തേക്കാണ് കൊടുക്കുന്നത്, ഷോർട്ട് ടേമിനാണ് കൊടുക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. റിപ്പോ റേറ്റ് ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നന്നായി പഠിക്കണം. പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഭാഗം ഇന്ന് തന്നെ പോയി വായിക്കാം.
ഇഫ് RBI വാണ്ട്സ് ടു റെഡ്യൂസ് മണി സപ്ലൈ, ലിക്വിഡിറ്റി ഒന്ന് പിടിക്കണം, മണി സപ്ലൈ ഒന്ന് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ RBI എന്താണ് ചെയ്യുക? RBI എന്താ ചെയ്യുക? റിപ്പോ റേറ്റ് ഡിക്രീസ് ചെയ്യോ, CRR ഇൻക്രീസ് ചെയ്യോ, ഡിക്രീസ് SLR ആണോ, ബൈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണോ, എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു CRR ഇൻക്രീസ് ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? മണി സപ്ലൈ കുറയ്ക്കാനാണെന്ന് പറഞ്ഞു. മണി സപ്ലൈ കൂട്ടണമെങ്കിൽ ലോൺ ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ പാടില്ല. അപ്പം CRR കൂട്ടുമ്പം എന്ത് ചെയ്യും? മണി സപ്ലൈ കുറയും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് എന്താണ്? ബാങ്ക് അവർക്ക് അധികമുള്ള ഫണ്ടുകൾ പാർക്ക് ചെയ്യുന്നതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത് റേറ്റ് അറ്റ് വിച്ച് ബാങ്ക്സ് പാർക്ക് സർപ്ലസ് ഫണ്ട്സ് വിത്ത് RBI. അതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 40 ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തു. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നോട്ട് നമ്മൾ പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്